മൂന്നാറൊക്കെ എത്ര മണ്ണിടിച്ചിൽ നമ്മൾ പോയിട്ട് ഇവിടെ നിന്ന് പോയാൽ ചിലപ്പോൾ തിരിച്ചു വരുന്നത് ചിലപ്പം 4-5 ദിവസം കഴിഞ്ഞായിരിക്കും. ജീവിതത്തിൽ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലുതെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും പോൾ മുത്തൂറ്റ് കേസിലെ എസ്കത്തി വിവാദം. ആളുകൾക്ക് ഇപ്പോൾ മീഡിയ എന്ന് പറയുമ്പോഴത്തേക്കൊരു വല്ലാത്തൊരു വെറുപ്പിലേക്ക് എത്തി നിൽക്കുന്നതാണ് കാണാൻ തോന്നുന്നത്. മരണങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതൊന്നും നമുക്കൊരു വിഷമം ഉണ്ടാവും. നമ്മൾ ക്യാമറയുടെ വ്യൂ ഫൈൻഡറിലൂടെ കരയുക എന്നുള്ളത് നമുക്ക് പറ്റുള്ളൂ. EMSൻ്റെ കൂടെ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം, അത് നമുക്ക് നഷ്ടം പറ്റിയൊരു സാധനം. അതാണ് പുള്ളിയുടെ കൂടെ നിന്നൊരു പടം എടുക്കാം. ഓണത്തിന് BSൻ്റെ അടുത്തേക്ക് പോവുക. അന്ന് വീട്ടിൽ പോക്കൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് അനൗൺസ് ചെയ്യുന്നു, ഏഷ്യാനെറ്റിന് കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ഒതുങ്ങി കൊടുക്കുക. ഇപ്പം പക്ഷേ ആ പറയുന്നത് അങ്ങനല്ല. ഒരു ബ്രേക്കിംഗ് കൊടുക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് മാത്രമായിട്ട് മാറിയിരിക്കുകയാണ്. നായനാരുടെ ഈ പ്രോഗ്രാമിന് നമ്മൾ ചെല്ലുമ്പോൾ തൊട്ട് തീരുന്നത് വരെ നമ്മളോട് പോലും ഇടപഴകുന്ന ഒരു രീതി വളരെ അട്രാക്റ്റീവായിട്ടായി. VS പോകുന്നവർക്ക് നമുക്കൊരു പക്ഷേ പോകാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. ഇന്ത്യ വിഷൻ എന്ന് പറയുന്നൊരു ചാനൽ വരുന്നു. അവർ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ശരത്ചന്ദ്ര പ്രസാദും രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിലുള്ള ഒരു അടി ലൈവായിട്ട് അവർ സംപ്രേഷണം ചെയ്തു. അതൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഒത്തിരി വിഷമിച്ചു. അതായത് കവളപ്പാറ ദുരന്തം, അത് മറക്കാൻ പറ്റാത്തൊരു സാധനം. തിരിച്ച് ഷൂട്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നീ ആരാണെന്ന് ചോദിക്കുകയും അടിക്കുകയും ഒന്നിച്ചായിരുന്നു. എനിക്ക് ആദ്യമായിട്ട് അതായത് ഇത്രയും വർഷത്തിനിടയ്ക്ക്. ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം 30 വർഷക്കാലത്തോളം പ്രവർത്തിച്ച ക്യാമറമാൻ രാജേഷ് തകഴിയാണ് ഇന്ന് ദ ക്യൂവിനൊപ്പം. സ്വാഗതം. നമസ്കാരം. ഏതാണ്ടൊരു 30 വർഷത്തോളം ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം പ്രവർത്തിച്ചു. ഇപ്പോൾ വിരമിച്ചിരിക്കുകയാണ്. ഈ ഒരു കഴിഞ്ഞ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? അതായത് എനിക്ക് തോന്നുന്നു ഞാൻ 97-ലാണ് ഏഷ്യാനെറ്റിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. ഏഷ്യാനെറ്റിലാണ്. അവിടെ നിന്ന് ഏതാണ്ട് 1.5 വർഷത്തിന് ശേഷം എനിക്ക് കൊച്ചിയിലേക്ക് വരുന്നത്. അന്ന് ന്യൂസ് എന്ന് പറയുന്നൊരു പ്രോഗ്രാം ഉണ്ടെന്ന് എനിക്കറിയില്ല. പ്രോഗ്രാം മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പം അവിടെ നിന്നാണ് തുടങ്ങി ഞാൻ ന്യൂസിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ്. അതായത് ഞാൻ എത്താനുണ്ടായ കാരണമെന്ന് പറയുന്നത്, ശ്രീകുമാർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ ഒരു സീനിയർ ക്യാമറമാൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഫിലിം ഷൂട്ടിങ്ങും ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെ വെച്ചാണ് പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, ഏഷ്യാനെറ്റിൽ ജോയിൻ ചെയ്യുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഏഷ്യാനെറ്റ് എന്താണ് എന്ന് ചോദിച്ചപ്പോഴാണ് പുള്ളി പറഞ്ഞത് അതൊരു TV ചാനലാണ്. അതിൽ എന്നോട് അന്ന് പറഞ്ഞു 5000 രൂപ ശമ്പളമുണ്ട്, വരണം, നോക്ക്. നമ്മളുടെ ഒരു ബഹളമെല്ലാം കണ്ടിട്ടായിരിക്കാം പുള്ളി പറഞ്ഞത്. പക്ഷേ അവിടെ വന്ന് ഞാൻ ഇൻ്റർവ്യൂവിന് പോയി. ഇൻ്റർവ്യൂ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത് 1250 1750 രൂപയുള്ള ശമ്പളം എന്ന് പറയുന്നത്, അന്ന് 97-ൽ. അപ്പം ഞാനത് ഡ്രോപ്പ് ചെയ്തു. അവസാനം വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ വിട്ടു. വീട്ടിലേക്ക് അന്ന് എൻ്റെ വീട്ടിൽ ഫോണില്ല. എൻ്റെ അമ്മയുടെ കുടുംബത്തിലേ ഉള്ളൂ ഫോൺ. അവിടെയാണ് വിളിച്ച് പറയുന്നത്. 2 പ്രാവശ്യം വിളിച്ചിരുന്നു. അപ്പം വിളിച്ചപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, ഇതണക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഏഷ്യാനെറ്റിൽ നിന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞ് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഓ ഇല്ല, ഞാൻ പോകുന്നില്ല. അത് കഴിഞ്ഞ് 3-ാമത്തെ പ്രാവശ്യം ഒരു ടെലഗ്രാം വന്നു, നിങ്ങൾ ജോയിൻ ചെയ്തില്ല എങ്കിൽ വേറെ ആളെ എടുക്കുകയാണെന്നും പറഞ്ഞ് വന്നു. അപ്പം പകുതി മനസ്സ് വന്നു. അപ്പം അതായത് ഫിലിമിൽ ഓട്ടം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നിൽക്കുന്നൊരു സമയമായിരുന്നു. ആ സമയത്ത് സിനിമയിലായിരുന്നു. ആ സമയത്ത് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം, മീനത്തിൽ താലികെട്ട് എന്ന പടം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അപ്പം അന്ന് സഞ്ജീവ് ശങ്കറാണ് ക്യാമറമാൻ. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഇതിനൊക്കെ ഒരു ഓഫർ വന്നിട്ടുണ്ട്, എന്താ പോകണ്ടേ? അപ്പോൾ പുള്ളിയുടെ അസോസിയേറ്റ് ജയൻ ചേട്ടൻ പറഞ്ഞു, രേഷ പോകണം, പോകാതിരിക്കരുത്. ഇനി സിനിമ ഫീൽഡൊക്കെ എത്ര കാലത്തേക്കാണ് ഇത് കണക്ക് റൺ ചെയ്യുന്നതെന്നോ, അന്നൊക്കെ ഇഷ്ടംപോലെ വർക്കുള്ള സമയമാണ്, പറയാൻ പറ്റില്ല. അത് കാരണം നീ അത് വിടണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സഞ്ജീവ് സാറിനോട് പറഞ്ഞു, ഇതെനിക്ക് ഞാൻ അതിലേക്ക് പോയാലോ എന്ന് വിചാരിക്കുക, തിരിച്ചു വന്നാൽ എന്നെ നോക്കിക്കോണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അന്ന് പോയി ഞാൻ ജോയിൻ ചെയ്തു. അന്ന് ഞാൻ അവിടെ ചെന്ന് ഈ ക്യാമറ എനിക്ക് പരിചയമില്ലാത്ത ഫിലിം ക്യാമറകളിൽ എനിക്ക് അറിവുള്ളായിരുന്നു. അന്ന് ഈ നമ്മളുടെ ക്യാമറ എനിക്കറിയില്ല. അപ്പം ഞാൻ അവിടെ അസിസ്റ്റൻ്റായിട്ടാണ് അന്ന് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി ജോയിൻ ചെയ്തു. ഒത്തിരി സങ്കടപ്പെട്ടു. അതായത് ഇത്ര ശമ്പളത്തിൽ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു കൺഫ്യൂഷൻ, പിന്നെ കല്യാണം ഉറപ്പിക്കുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ, ഇതെല്ലാം കൊണ്ട് എങ്ങനെ ജീവിക്കും എന്നുള്ളൊരു വലിയൊരു തത്രപ്പാടി നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തുടങ്ങി. എങ്കിലും ആ യാത്ര അവിടെ നിന്ന് കൊച്ചിയിലേക്ക് വരുന്നു. കൊച്ചിയായിരുന്നു തുടക്കം. അന്ന് ഇന്നത്തെ കണക്കുള്ളൊരു ഒന്നുമില്ല. നമ്മളൊരു സാധനം ഷൂട്ട് ചെയ്താൽ ചിലപ്പോൾ 2 ദിവസം കഴിഞ്ഞായിരിക്കും അത് അയച്ചു കൊടുക്കുക. അന്ന് ലൈവ് എന്താണെന്നോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊന്നും നമുക്കറിയില്ല. ലൈവിനെ കുറിച്ചൊന്നും നമ്മളൊന്നും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തൊരു സമയം. ഏതാണ്ട് കൊച്ചിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് അന്ന് കൊച്ചിയിൽ
നിന്ന് കഴിഞ്ഞാൽ ആലപ്പുഴ, ഇടുക്കി, കോട്ടയം ഇതെല്ലാം നോക്കുന്നത് കൊച്ചി റീജിയനാണ്, മൂന്നാർ ഉൾപ്പെടെ ഉള്ളത്. അന്ന് നമ്മൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ചിലപ്പം ഒരു 2 ദിവസം 3 ദിവസം കഴിഞ്ഞായിരിക്കും ഞങ്ങൾ തിരിച്ചു വരിക. അതൊക്കെ ആ ഒരു കാലം. അതൊന്നും എന്ന് പറഞ്ഞാൽ വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സ്റ്റോറി ചെയ്തു വിടുക, അങ്ങനെയായിരുന്നു ആ ഒരു തുടക്കം വരുന്നത്. ഇപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് വാർത്ത ലൈവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാലമാണ്. ആ സമയത്ത് ഒരു തത്രപ്പാടൊക്കെ ഉണ്ടായിരുന്നു. അതായത് സ്റ്റോറി ഇതുപോലെ തന്നെ ഷൂട്ട് ചെയ്ത് കൊണ്ടുവന്ന് 2 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അത് വാർത്തയാവുക, സ്റ്റോറി ആവുക. ആ സ്റ്റോറി പിന്നീട് സംപ്രേഷണം ചെയ്യണമെങ്കിൽ അത് സിംഗപ്പൂരിലേക്ക് അയച്ചു കൊടുക്കണം. അപ്പോൾ ഈ സാങ്കേതിക വിദ്യയുടെ ഒരു വികാസം കണ്ട ഒരു സമയം കൂടിയാണ് ഈ കഴിഞ്ഞ 30 വർഷങ്ങൾ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും. അതായത് അനുഭവം തീർച്ചയായിട്ടും. അതായത് ഒരു സമയത്ത് നമ്മൾ ഈ പിന്നെ ടേപ്പിൽ എഡിറ്റ് ചെയ്ത് നമ്മളുടെ അന്ന് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടൊന്നും ഇല്ല, നേവൽ ബേസിൽ അവിടെ നിന്നാണ് സിംഗപ്പൂരേക്ക് ടേപ്പ് അയക്കുന്നത്. അത് നമ്മളിവിടുന്ന് ടേപ്പ് എഡിറ്റ് ചെയ്ത് ഒരു ടേപ്പിലാക്കിയിട്ട് അവിടെ ചെന്ന് കൊറിയർ ചെയ്യുന്നൊരു സമയമായിരുന്നു. ഒരു സമയം അന്ന് സിംഗപ്പൂർ മുഴുവനും അങ്ങനെ തന്നെ ആയിരുന്നു. നമ്മൾ ടേപ്പ് അയച്ചു കൊടുത്ത് ചെയ്യുന്നൊരു സമയമായിരുന്നു. അന്ന് വേറെ ഫെസിലിറ്റികൾ, ലൈവിനുള്ള ഫെസിലിറ്റികളൊന്നുമില്ല. ചെയ്യുന്നത് ഇങ്ങനെ തന്നെ ടേപ്പ് പിന്നെ എയർപോർട്ടിൽ നിന്ന് അയച്ച്, അത് ഇവിടുന്ന് മാത്രമല്ല, തിരുവനന്തപുരത്തു നിന്ന് പോലും ടേപ്പ് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുന്ന് നമ്മൾ അയച്ചു കൊടുത്ത സമയങ്ങളുണ്ട്. അതേപോലെ തന്നെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് കുറച്ചുകൂടെ ഒന്ന് വിപുലപ്പെട്ടു. നമുക്ക് 10 മിനിറ്റ് സമയം VSNL വിദേശ സഞ്ചാര നിഗം ലിമിറ്റഡിൽ നമുക്ക് 10 മിനിറ്റ് സ്ലോട്ട് ഉണ്ടാവും. ആ 10 മിനിറ്റ് സാധനം എന്ന് പറഞ്ഞാൽ 6 മണി തൊട്ട് 6:10 വരെയാണ് സമയം. ഏതാണ്ട് നമ്മളിത് ഇതേപോലെ തന്നെ അന്ന് എഡിറ്റ് ചെയ്ത സാധനങ്ങൾ രാവിലെ വരുന്ന പോലെ ഫുട്ടേജ് അത് 1, 2, 3 സ്റ്റോറി ഇട്ടായിരിക്കും ചെയ്യുക. ഈ സാധനം നമ്മളിവിടുന്ന് ടേപ്പിലാക്കി ഈ സാധനവുമായി ഒരു എഡിറ്ററും പുറകിലുണ്ടാകും നമ്മളുടെ കൂടെ. ആ എഡിറ്റർ ഒരു ഡെക്കും എടുത്ത് കയ്യിൽ വെച്ച്, അന്ന് ഡെക്ക് അഡീഷണൽ ഇല്ലാത്തതുകൊണ്ട് ഈ ഡെക്ക് എടുത്ത് കയ്യിൽ വെച്ചുകൊണ്ടായിരിക്കും എഡിറ്റർ കണ്ണുടച്ച് പുറകിലിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ ഒരു വിടൽ വിട്ടാൽ, അതായത് 6ന് 5 മിനിറ്റ് ഉള്ളപ്പോഴായിരിക്കും നമ്മൾ ഇവിടുന്ന് ഓഫീസിൽ നിന്ന് അവസാനത്തെ ഒരു സ്റ്റോറിയും എഡിറ്റ് ചെയ്ത് ഇതിനകത്ത് കയറ്റിയിട്ടായിരിക്കും പോകുന്നത്. ഇവിടുന്ന് പിന്നെ ഒരു ട്രാക്കുണ്ട്, ബീരാമുഞ്ഞി റോഡിലാണ് ഞങ്ങളുടെ ഓഫീസെന്ന്. അതിൻ്റെ ആ ഒരു റെയിൽവേ ട്രാക്ക് ബൈക്ക് പൊക്കി അപ്പുറത്ത് വെച്ച് അവിടെ നിന്ന് എടുത്തൊരു വിടൽ. ആ വീടിനടുത്തുള്ള ആൾക്കാരെല്ലാം നമ്മളെ ചീത്ത വിളിക്കുന്നുണ്ടാവും. പിന്നെ വീട്ടുകാരുടെ പ്രാർത്ഥന കൊണ്ട് മാത്രമായിരിക്കും ഞങ്ങൾ തിരിച്ച് എത്തുന്നതും. അതേപോലുള്ള പോക്കാണ് പോകുന്നത്. ഈ 6 മണിക്ക് നമ്മൾ അവിടെ ചെന്ന് ഇത് ഫീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതായത് അന്ന് ലിഫ്റ്റില്ല അവിടെ, ഈ 4ാമത്തെ നിലയിലാണെന്ന് തോന്നുന്നുണ്ട്, 4ാമത്തെ നിലയിലേക്ക് നമ്മൾ നടന്നു ഓടിയും വേണം കയറാൻ. നമ്മൾ വണ്ടി കൊണ്ട് വെച്ചിട്ട് ഡെക്ക് കൊടുത്ത് പുള്ളിക്കാരൻ എഡിറ്ററെ അജയൻ ചേട്ടൻ എന്ന് പറയുക, അജയൻ ചേട്ടനെ സഹായിക്കാൻ കൂടെ ചെന്ന് അവിടെ ചെന്ന് ഇത് കണക്ട് ചെയ്ത് വിത്ത് പ്ലേ ചെയ്ത് കൊടുത്തതിന് ശേഷമാണ് നമ്മളവിടെ നിന്ന് റിലാക്സ് ചെയ്ത് താഴോട്ടേക്ക് വരുന്നത്. അതൊക്കെ ഇപ്പോഴത്തെ ആളുകൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് അറിയില്ല. ലൈവ് വിരൽത്തുമ്പിൽ ലൈവ് നിൽക്കുന്നൊരു സമയമാണ് ഇപ്പോൾ. ആളുകൾക്ക് എവിടെ നിന്നും എങ്ങനെയും ലൈവ് ചെയ്യാം. ഇപ്പോഴത്തെ ചാനൽ എന്ന് പറയുമ്പോൾ, സാറ്റലൈറ്റ് ചാനലുകളുടെ രീതി എന്ന് പറയുമ്പോൾ മൊബൈൽ കവറേജ് ഉള്ള എവിടെയും നമുക്ക് ലൈവ് സാധ്യമാണെന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് പുതിയൊരു കാലഘട്ടത്തിൽ, അപ്പോൾ ഈ ഒരു ലൈവ് ഇങ്ങനെ ചെയ്യാവുന്ന ഒരു കാലഘട്ടത്തിലാണ് രാജേഷ് തകഴി എന്ന ക്യാമറമാൻ റിട്ടയർ ചെയ്യുന്നത്. ഈ 2 സാഹചര്യങ്ങളെയും എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും. അതായത് ഒന്നുമില്ലായിരുന്നൊരു സമയത്ത് നിന്നും, അതായത് ലൈവ് എന്താണെന്ന് അറിഞ്ഞിട്ട് പോലുമില്ല. നമ്മളൊരു സമയത്ത് ലൈവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാതിരുന്നൊരു സമയത്താണ് പെട്ടെന്ന് ഇന്ത്യ വിഷൻ എന്ന് പറയുന്നൊരു ചാനൽ വരുന്നു. അവർ ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ശരത്ചന്ദ്ര പ്രസാദും രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിലുള്ള ഒരു അടി ലൈവായിട്ട് അവർ സംപ്രേഷണം ചെയ്യുന്നു. അതൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഒത്തിരി വിഷമിച്ചു. അതായത് ഏഷ്യാനെറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നൊരു സാധനമാണ്. അത് അവർ ചെയ്യുന്നത് കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു, യോ കഷ്ടം, നമുക്കത് പറ്റുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിരുന്നൊരു സമയമുണ്ട്. അങ്ങനെയായിരുന്നു ആ ലൈവ്, ആദ്യത്തെ ലൈവ് ഞാൻ പുറത്ത് ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ കേരളത്തിൽ നിന്നും ഒരു ലൈവ് പോകുന്നത് കാണുന്നത് അതായിരുന്നു. അതൊരു തുടക്കമായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ ദൂരദർശൻ ലൈവ് ചെയ്യുന്നതായിരിക്കും നമ്മൾ കണ്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് തന്നെ. ദൂരദർശൻ്റെ ലൈവുകൾ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മളിങ്ങനെ പുറത്തുനിന്നുള്ളൊരു സാധനം നമ്മളിങ്ങനെ കണ്ടിട്ടില്ല. ബാക്കിയുള്ള ലൈവുകളൊക്കെ ഉണ്ടെങ്കിലും OB1 കൊണ്ടിട്ട് ചെയ്യുന്നു. അതൊക്കെ എത്രയോ കോസ്റ്റ് അന്ന് കൊടുത്ത് ചെയ്തിരിക്കുന്ന ഒരു സാധനമായിരിക്കാം. പക്ഷെ അവിടെ നിന്ന് ഇത് മാറി, മൊത്തത്തിലെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ട്രക്ചറെ മാറിപ്പോയി. ഇപ്പോൾ നമ്മളുടെ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അതിൽ നിന്നും ലൈവ് ചെയ്യാൻ പറ്റിയ ഒരു ഫെസിലിറ്റി, അത് ഈ പറഞ്ഞ കണക്ക് മറ്റുള്ളവർക്ക് എത്രത്തോളം മനസ്സിലാവുമെന്നറിയില്ല. ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം, അന്തരം, അതായത് അത് ഞങ്ങളുടെ കൺമുമ്പിൽ കൊടുത്തായിരുന്നു ഇത് വളർന്നത്. അതായത് ഒന്നുമില്ലായിരുന്നൊരു സമയത്ത് നിന്നും, അതായത് അന്ന് ഗസ്റ്റിനെ ഇരുത്തണമെങ്കിൽ റിലയൻസിൻ്റെ
അവരുടെ വെബിൻ്റെ ഒരു ഇതുണ്ട്, അതിൽ ചെല്ലുക. അവിടെയാണ് നമ്മൾ ഗസ്റ്റിനെ ഇരുത്തുന്നത്, ന്യൂസ് അവറിൻ്റെയൊക്കെ ഗസ്റ്റിനെ ഇരുത്തുന്നത് പോലും അങ്ങനെയായിരുന്നു. ആ ഒരു സാധനത്തിൽ നിന്ന് മാറിയിട്ട് ഇപ്പം നമുക്ക് ഫോണിൽ കൂടെ തന്നെ ലൈവ് ചെയ്യുന്ന ഒരു ഫെസിലിറ്റിയിലേക്ക് എത്തിയിരിക്കുന്നു. ഏത് സ്ഥലത്ത് നിന്നും ലൈവ് ചെയ്യാവുന്ന അവസ്ഥയിലേക്ക് പോകും. അന്നൊക്കെ ബ്യൂറോയിൽ പോലും അല്ല, റിലയൻസിൻ്റെ ഒരു ഫെസിലിറ്റി കൊണ്ടുവന്ന് വേണമായിരുന്നു അത് ഗസ്റ്റിനെ ഇരുത്തി ലൈവ് അതായത് ചർച്ചകളിൽ പങ്കെടുപ്പിക്കാനായിട്ട്. അതെ, തീർച്ചയായിട്ടും. അതായത് നമുക്ക് ഓഫീസുകൾ കണക്ടിവിറ്റി ഇല്ല അന്ന്, നമുക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. അതായത് അങ്ങനെ ഒരു സാധനം വരുന്നു, ലൈവ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഒരു സാധനമില്ല. അതൊക്കെ കഴിഞ്ഞു. അത് ആ ഒരു സിസ്റ്റമേ മാറിയിട്ട് ഇതെല്ലാം ഓഫീസുകളിൽ നിന്ന് പോലും, അതായത് നമ്മളുടെ ഓഫീസുകളിൽ നിന്ന് ലൈവ് കൊടുക്കുന്നു, ഗസ്റ്റിനെ ഇരുത്താൻ പറ്റുന്നു. ഈ പറയുന്ന കണക്ക് നമ്മളൊക്കെ അന്ന് ചിന്തിച്ചിരുന്നില്ല ഒരു ലൈവിന്. ഇപ്പം നമ്മളുടെ ബാക്ക് പാക്ക് ഉള്ളതുകൊണ്ട് എവിടെ വേണമെങ്കിലും, ബാക്ക് പാക്ക് പോലും വേണ്ട, ഇപ്പം നമ്മളുടെ ക്യാമറയിൽ നിന്ന്, ഇപ്പം 280 എന്ന് പറയുന്ന പുതിയ ക്യാമറ വന്നിരിക്കുന്നതിൽ നമുക്കതിൽ നിന്ന് 2 ഡോങ്കിൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് തന്നെ ലൈവ്, അതായത് ഓൺ ദി സ്പോട്ടിൽ നിന്നും നമുക്ക് ക്യാമറയിൽ നിന്ന് മാത്രം ലൈവ് ചെയ്യാൻ പറ്റുന്നൊരു ഫെസിലിറ്റി വരെ എത്തി നിൽക്കുകയാണ്. ഒട്ടേറെ മാധ്യമപ്രവർത്തകരോടൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ 3 പതിറ്റാണ്ട് എന്ന് പറയുമ്പോൾ എണ്ണം പറയാൻ കഴിയില്ല. പ്രമുഖരായ മാധ്യമപ്രവർത്തകർക്കൊപ്പം പ്രവർത്തിച്ച ഒരു പരിചയം. തീർച്ചയായിട്ടും. അതായത് എനിക്ക് തോന്നുന്നു TNG മുതൽ നീലൻ സാറ്, CL തോമസ്, MV നികേഷ് കുമാർ, വേണു ബാലകൃഷ്ണൻ, ഉണ്ണി ബാലകൃഷ്ണൻ, അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയാൽ ഇന്നലെ വന്ന മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ എത്ര പേരെന്ന് ചോദിച്ചാൽ എനിക്ക് ആ പേര് പറയാൻ, അല്ലെങ്കിൽ എത്ര എണ്ണം പറയാൻ എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല. അതിന് മാത്രം. അതായത് എനിക്കൊന്ന് തിരുവനന്തപുരം മുതൽ ഏതാണ്ട് കോഴിക്കോട് വരെയുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ ബ്യൂറോകളിലും വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിലെ ഒരുമാതിരിപ്പെട്ട, അതായത് എത്ര പേരെന്ന് പറയാൻ പറ്റില്ല എങ്കിലും ഒരുമാതിരിപ്പെട്ട എല്ലാ റിപ്പോർട്ടേഴ്സുമായിട്ടും, അതായത് നമ്മുടെ മേൽത്തട്ട് മുതൽ താഴെത്തട്ടിലുള്ളവരെന്ന് താഴെത്തട്ടിലെന്ന് പറയാൻ പാടില്ല എങ്കിലും ഒരുമാതിരിപ്പെട്ട എല്ലാവരുമായിട്ടും വർക്ക് ചെയ്യാനുള്ളൊരവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ എടുത്തു പറയുന്ന, അതായത് എനിക്കൊന്ന് കൊച്ചിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ, എനിക്ക് തോന്നുന്നു കണക്ക് പറഞ്ഞാണ്ടൊരു 17-18 വർഷത്തോളം കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ട്രാൻസ്ഫർ എനിക്ക് വരുന്നത് തന്നെ 9.5 വർഷത്തിന് ശേഷമാണ്. അത് ഇവിടുന്ന് കോഴിക്കോടേക്ക് ഞാൻ ട്രാൻസ്ഫർ ആകുന്നു. കോഴിക്കോട് നിന്ന് ട്രാൻസ്ഫറായിട്ട് അവിടുന്ന് വീണ്ടും കൊച്ചിക്ക് വരുന്നു. കൊച്ചിയിൽ നിന്നും കോഴിക്കോട് നിന്നും ആലപ്പുഴയ്ക്കാണ് ഞാൻ വരുന്നത്. ആലപ്പുഴയിൽ നിന്നും വീണ്ടും കൊച്ചിക്ക് വരുന്നു. കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം പോകുന്നു. തിരുവനന്തപുരത്ത് നിന്ന് വീണ്ടും കൊച്ചിക്ക് വരുന്നു. കൊച്ചിയിൽ നിന്നും പാലക്കാടിന് പോകുന്നു. പാലക്കാട് നിന്നാണ് എൻ്റെ ഒരു റിട്ടയർമെൻറ്റ് കാലം വന്നത്. കൊച്ചി ഒരു ഹബ്ബായിരുന്നു. തീർച്ചയായിട്ടും കൊച്ചി എനിക്ക് മറക്കാൻ പറ്റില്ല. അതായത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ സംഭവങ്ങൾക്കും സാക്ഷിയാകാൻ കഴിഞ്ഞതും VS മുതൽ, അതായത് അന്ന് കൊച്ചിയിൽ ആലപ്പുഴയിൽ യൂണിറ്റില്ല. നമ്മൾ പോകുന്ന കൊച്ചിയിൽ നിന്നാണ്. ഞാനും മിക്കവാറും ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒന്നിൽ അസിസ്റ്റൻ്റായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ, ജോസ് അഗസ്റ്റിൻ, ബിനി ജോസഫ്, അങ്ങനെ ആയിരിക്കും ഞങ്ങൾ മിക്കവാറും. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മളിത് ഇൻഡിപെൻഡൻ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞാനായിരിക്കും ബിനിയായിട്ട് ആലപ്പുഴ വർക്ക്, ഒരുമാതിരിപ്പെട്ട ആലപ്പുഴയിൽ ഏത് വർക്ക് വന്നാലും ഞങ്ങളായിരിക്കും. അപ്പോൾ അത് ഈ പറഞ്ഞ കണക്ക് ഓണത്തിന് VSൻ്റെ അടുത്തേക്ക് പോവുക. അന്ന് വീട്ടിൽ പോക്കൊക്കെ വളരെ കുറവായിരിക്കും, ഓഫീസിലായിരിക്കും കൂടുതൽ സമയം. നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ നിന്നിരിക്കുന്ന പിന്നെ ഏഷ്യാനെറ്റ് ന്യൂസുമായിട്ടായിരിക്കും. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ വീട്ടിൽ നമ്മൾ നിന്നിരിക്കുന്ന സമയങ്ങൾ. VS, ഗൗരിയമ്മയുടെ വീട്ടിൽ ഇലക്ഷൻ ടൈമിലാണെങ്കിലും ആദ്യമേ ചെന്ന് ടൈം എടുക്കണം. ഇവരുടെ ഓരോരുത്തരുടെയും വോട്ട് ചെയ്യാൻ പോകുമ്പം സുശീല ഗോപാലൻ, ആദ്യമേ സുശീല ഗോപാലൻ്റെ വീട്ടിൽ വോട്ട് ചെയ്യാൻ പോകുന്നത്, വോട്ട് ചെയ്യാൻ അവരുടെ വീട്ടിൽ ചെന്ന് നമ്മൾ ഓരോരുത്തരുടെ വീട്ടിൽ ചെന്ന് അന്ന് നമ്മൾ പറയുന്നതായിരിക്കും സമയം, എത്ര മണിക്ക് വോട്ട് ചെയ്യണമെന്ന് നമ്മൾ പറയും. അവിടെ ഇത്ര മണിക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളൊരു സമയമായിരിക്കും അടുത്ത. പറയുമ്പോൾ നേതാക്കന്മാർ ഒട്ടേറെ ഉള്ളൊരു സ്ഥലമാണ്. തീർച്ചയായിട്ടും CPIയുടെ ആണേലും CPMൻ്റെ ആണേലും പിന്നെ കോൺഗ്രസിൻ്റെ ആണേലും AK ആന്റണി, വയലാർ രവി, അന്ന് പിന്നെ KC വേണുഗോപാൽ അപ്പം MP ആയിരുന്നു. അപ്പം അങ്ങനെ ഒരുമാതിരി എല്ലാവരുമായിട്ടും ഇടപഴകാനും ചെയ്യാനും പറ്റിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയുണ്ട്. രമേശ് ചെന്നിത്തല, അതെ, രമേശ് ചെന്നിത്തല. ഇതെല്ലാം കവർ ചെയ്യുന്ന അന്ന് ഒരു യൂണിറ്റ് ആയിരിക്കും പോയിട്ട് നമ്മൾ ഇതെല്ലാം പോയി കവർ ചെയ്യുന്നത്. അന്ന് സ്ട്രിങ്ങർമാരെ ഉപയോഗിക്കാറില്ല, നമ്മൾ തന്നെ ടൈം പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത്
ഓരോരുത്തരുടെയും കഴിവ് ചിലത് സ്ട്രിങ്ങർമാരെ ഉപയോഗിക്കും, ഇല്ലെങ്കിലും നമ്മൾ തന്നെ ആയിരിക്കും പോയി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ബൈറ്റ് നമുക്ക് പ്രാധാന്യമുള്ളത് കൊണ്ട് ഇവരുടെയൊക്കെ ബൈറ്റും എടുക്കണം. അപ്പോൾ അതിൽ ഗൗരവമേ മാത്രമേ ഉള്ളൂ നമ്മളുടെ സമയത്തിന് കിട്ടാത്ത ഒരാൾ. നമ്മൾ ചെന്നാൽ നമ്മൾ 10 മണി എന്ന് പറഞ്ഞാൽ പറയാതെ നീയല്ല തീരുമാനിക്കുന്നത്, ഞങ്ങൾ പറയും സമയം, അത് ആ സമയത്ത് വന്ന് എടുക്കാമെങ്കിൽ എടുത്താൽ മതി, ആ ഒരു രീതിയായിരുന്നു അന്ന്. VS അങ്ങനല്ല, ആ വീട്ടിൽ നിന്ന് നടന്ന് നമ്മൾ കൂടെ നടന്ന് അന്ന് ഈ പറഞ്ഞ കണക്ക് ഏണ്ട ഒരു 1/2 കിലോമീറ്റർ ഉണ്ട് VSൻ്റെ വീട്ടിൽ നിന്നും ആ ഇലക്ഷൻ പിന്നെ വോട്ട് ചെയ്യാൻ വരുന്ന പറവൂർ സ്കൂളിലേക്ക് എത്തുന്നത്. അപ്പോൾ അത് മുഴുവൻ ഞങ്ങൾ നടക്കണം കൂടെ. VS നടന്നു, VSും ചേച്ചിയും അരുണും ഒക്കെ ഉണ്ടാവും ആ കൂട്ടത്തിൽ. അപ്പം അവിടെ നിന്ന് പിന്നെ സ്കൂൾ വരെ എത്തി അവിടെ നിന്ന് ഷൂട്ട് ചെയ്ത് പോരുക, അതൊക്കെ ഒരു വലിയ അനുഭവം. അതെന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റുള്ളവർക്ക് അതൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ പാടായിരിക്കും. നമ്മളുടെയൊക്കെ ഒരു അനുഭവം ഭയങ്കരമായിരിക്കും. VS വോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും സുധാകരൻ വോട്ട് ചെയ്യാൻ വരുന്നത്. സുധാകരൻ അതെ 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 അത് അതൊരു എന്തോന്നാണ്, അതായത് ഓരോരുത്തരുടെയും നോക്കണം. VS ഉണ്ട്, സുധാകരൻ, സുധാകരൻ്റെ അടുത്ത് പോകണം. അപ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞ കണക്ക് ഒരു സമയം, ഒരു കാലഘട്ടത്തിൻ്റെ ഒരു അനിവാര്യതയായിരുന്നു ഈ സാധനങ്ങളെല്ലാം. ഇപ്പോൾ ഒട്ടേറെ മാധ്യമപ്രവർത്തകരോടൊപ്പം പ്രവർത്തിച്ച ഒരു പരിചയം, ഈ 3 പതിറ്റാണ്ടിനിടയ്ക്ക് മാധ്യമപ്രവർത്തനത്തിന് ഉണ്ടായ മാറ്റത്തെ കൂടി ഒന്ന് നോക്കിക്കണ്ട ആളാണല്ലോ. അതെങ്ങനെയാണ് പറയാൻ കഴിയുക? അതൊരു വലിയ ചോദ്യമാണ്. അതായത് നമ്മൾ പണ്ടൊരു സ്ഥലത്ത് ചെന്നാൽ അന്ന് മിക്കവാറും ഏഷ്യാനെറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ചെല്ലുന്നത് ഏഷ്യാനെറ്റ്, സൂര്യ, ഇത് രണ്ടുമായിരിക്കും ഉണ്ടാവുക. നമ്മൾ ചെല്ലുമ്പോൾ നമ്മളോടുള്ള ഒരു ഇടപഴകൽ, ആളുകൾ ഏതാണെങ്കിലും CPM ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് വന്നില്ലേ എന്നൊരു ചോദ്യം, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ സന്തോഷമാണ്. ഏതൊരു കാര്യത്തിനാണെങ്കിലും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് കൊച്ചിയിലെ ഏതോ ഒരു വലിയ പരിപാടി, CPMൻ്റെ ഒരു വലിയ പരിപാടി നടക്കുന്നു. അപ്പം ഞാനും ക്യാമറയുണ്ട്, സ്റ്റാൻഡുണ്ട്, ഇതെല്ലാം എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് ആളുകളുടെ ഇടയിൽ കൂടെ നടക്കുമ്പോഴത്തേക്ക് CPMൻ്റെ എനിക്കൊന്ന് ഏതൊരു ഹോസ്പിറ്റൽ ഉദ്ഘാടനമാണെന്ന് തോന്നുന്നുണ്ട്, ഏതാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അതിന് അവിടെ നിന്ന് അനൗൺസ് ചെയ്യുന്നു ഏഷ്യാനെറ്റിന് കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ഒതുങ്ങി കൊടുക്കുക. ഇപ്പം പക്ഷേ ആ പറയുന്നത് അങ്ങനല്ല. നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മളോടുള്ള അഭിസംബോധന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് നിറയും. അത് എങ്ങനെ ഉണ്ടായി എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. അത് ആരുണ്ടാക്കിയെടുത്തു ആ ഒരു സിസ്റ്റം എന്നുള്ളത്. അതായത് ആളുകൾക്ക് ഇപ്പോൾ മീഡിയ എന്ന് പറയുമ്പോഴത്തേക്കൊരു വല്ലാത്തൊരു വെറുപ്പിലേക്ക് എത്തി നിൽക്കുന്ന കണക്കാണ് തോന്നുന്നത്. നമ്മളുടെയൊക്കെ ഒരു പീക്ക് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ അതിൻ്റെ ഒരു ഏറ്റവും ഗുണമുള്ള ഒരു കാലത്ത് നിന്നും, എന്നാൽ ഇപ്പോൾ വളരെയധികം, അതായത് ഒരു ഷൂട്ടിന് പോയി നിന്നാൽ പോലും നമ്മളെ വളരെ വെറുപ്പോടി കൂടി ആൾക്കാർ നോക്കുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തുന്നു എന്നുള്ളത് ഒരു വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. അതായത് നമ്മളൊക്കെ ഉണ്ടാക്കിയെടുത്തൊരു സിസ്റ്റത്തെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലാണ് അത് വന്നുകൊണ്ടിരിക്കുന്നത്. മത്സരം അന്നും ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകർക്കിടയിലല്ല, മാധ്യമ സ്ഥാപനങ്ങൾക്കിടയിലുള്ള മത്സരം ഉണ്ടായിരുന്നു. ആരോഗ്യകരമായിട്ടുള്ളൊരു മത്സരമായിരുന്നു അന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു രീതി മാറി ഇന്നിപ്പോൾ മാധ്യമപ്രവർത്തനം വേറൊരു തരം ഒരു കടമത്സരത്തിലേക്ക് എത്തിയതായി ശ്രദ്ധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മളോട് വളരെ സന്തോഷത്തോടു കൂടി നിന്നിരുന്ന ആൾക്കാരെല്ലാം നമ്മളോട് തിരിഞ്ഞു നിൽക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ പറയുന്ന കണക്ക് ഒരു സമയത്ത് നമ്മളെക്കൊണ്ട് ആവശ്യമുണ്ടായിരുന്നു എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. പക്ഷെ ഇപ്പോൾ അതല്ല. ഇപ്പോൾ ഈ പറഞ്ഞ കണക്ക് നല്ല രീതിയിലുള്ളൊരു മത്സരം എപ്പോഴും നല്ലതാണ്. അതായത് പിന്നെ പോസിറ്റീവായ ഒരു മത്സരം എപ്പോഴും നല്ലതായിട്ട് വരും. പക്ഷേ ഇപ്പോൾ ഉള്ളത് നമ്മൾ തന്നെ ചിന്തിക്കണം, ആ സ്ഥാനത്തിൽ ഇതെല്ലാം പോസിറ്റീവ് ആണോ പറയുന്ന ഒരു ബ്രേക്കിംഗ് കൊടുക്കുക എന്നുള്ളൊരു രീതിയിലേക്ക് മാത്രമായിട്ട് മാറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ എനിക്ക് ആദ്യം കൊടുക്കണം എന്നുള്ളൊരു രീതിയിലേക്ക് മാത്രം എത്തുന്ന രീതി വരുന്നത് ശരിയല്ല. അത് ഞാൻ പറയുന്നത് സാധാരണക്കാർക്ക് അത് മാറ്റാൻ പറ്റില്ല. അത് മേൽത്തട്ടിൽ നിന്ന് ചിന്തിക്കണം ആ സാധനം. അത് അങ്ങനൊരു സാധനം ചെയ്തില്ലെങ്കിൽ ഇനിയുള്ള കാലത്ത് എത്രത്തോളം ഒരു ക്യാമറയും കൊണ്ട് വെളിയിറങ്ങാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടി വരും. അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതായത് ആളുകൾ വെറുക്കാൻ തുടങ്ങുന്നൊരു സമയം ആണിപ്പോൾ. അത് എങ്ങനായിത്തീരും എന്നുള്ളത് എല്ലാവരും തന്നെ ചിന്തിക്കേണ്ട ഒരു സാധനമാണത്. ഒരു കാലഘട്ടം, അതായത് ആദ്യത്തെ ഇപ്പോൾ പ്രവർത്തിച്ച ഒരു 30 വർഷത്തെ ഒരു 20 വർഷത്തോളം വരുന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത് ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറികൾക്ക്, അതായത് സോഫ്റ്റ് സ്റ്റോറികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്ന ഒരു ദൃശ്യമാധ്യമ സംസ്കാരം നമുക്കുണ്ടായിരുന്നു. അത് രാവിലത്തെ ബുള്ളറ്റിനിൽ മാത്രമല്ല, ഇതുപോലെ ഹ്യൂമൻ ഇൻട്രസ്റ്റ് സ്റ്റോറികളുടെ ഒരു പ്രാധാന്യമുള്ള ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് ഇപ്പോൾ അങ്ങനെയുള്ള സ്റ്റോറികളെ കാണാനില്ലാത്ത ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അത്തരം സ്റ്റോറികൾ ചെയ്തിട്ടുള്ളൊരു ക്യാമറമാനാണ്. അതിൽ നിന്ന് ഈ ഒരു ട്രാൻസ്ഫർമേഷൻ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അതായത് നമ്മളുടെ ഒരു ഈ പറഞ്ഞ കണക്ക് നമ്മളുടെ ഒരു ഏതൊരു സാധനമാണ്, അതായത് ഇപ്പോൾ ഒരു ഹ്യൂമൻ ഇൻട്രസ്റ്റിംഗ് അല്ലെങ്കിൽ പോലും
ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയിൽ പോലും നമ്മൾ കാണിക്കുന്ന ഒരു മാന്യത ഉണ്ടായിരുന്നു ഒരു സമയത്ത്. അത് എനിക്ക് തോന്നുന്നു ഞാൻ ഏറ്റവും കൂടുതൽ പിന്നെ ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ചെയ്തിരിക്കുന്നതും കൊച്ചിയിൽ നിന്ന് തന്നെ ആയിരിക്കും. കൊച്ചി അല്ല, ആലപ്പുഴയിലും ഉണ്ട്, എങ്കിലും കൊച്ചിയിൽ നിന്നും കൂടുതൽ ഞാൻ മഞ്ജുഷ് ഗോപാലുമായിട്ട് ഇരുന്നിരുന്ന സമയത്ത് ഈ പറഞ്ഞ കണക്ക് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറികൾ ഏറ്റവും കൂടുതൽ. ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി മാത്രമല്ല, അന്ന് നമ്മളുടെ കണ്ണാടി എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് വേണ്ടിയിട്ട് എത്ര സ്റ്റോറികൾ, അതായത് അതാണ് അതിനകത്തുള്ള വിഷ്വൽ ക്വാളിറ്റി അന്ന് ശ്രദ്ധിക്കുമായിരുന്നു ആൾക്കാർ. ഇന്ന് പക്ഷേ വിഷ്വൽ ക്വാളിറ്റി അല്ല, എല്ലാം ലൈവ് മതി. അതായത് ഒരു സ്റ്റോറി ഇല്ലയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, ഉണ്ട്. ഇപ്പോഴും ഞാനിപ്പോൾ പോരുന്നതിന് മുമ്പ് ഞാൻ പാലക്കാട് നിന്ന് ഞാനും പ്രിയയും കൂടെ ചെയ്ത ആ ഒരു കുട്ടിയുടെ കൈ പോയിട്ട് വി ഡി സതീശൻ ഇടപെട്ട ആ കുട്ടിക്ക് വീട് വരെ വെച്ച് കൊടുത്തു കഴിഞ്ഞു. അത് ഞാനും പ്രിയയും കൂടെ ചെയ്ത സ്റ്റോറിയാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോറികളുണ്ട്. പക്ഷേ അത് സ്റ്റോറി ആണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അത് ലൈവ് മാത്രമേ പോകുന്നുള്ളൂ. അത് സ്റ്റോറിയിലേക്ക് അത് കഴിഞ്ഞ് പിന്നെ സ്റ്റോറി ആവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. പക്ഷെ പണ്ടതല്ല. പണ്ട് നമ്മളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റോറി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് സമയമുണ്ട്. നമുക്ക് സമയമെടുത്ത് നമുക്ക് വേണ്ട വിഷ്വലുകൾ, അതായത് ഒരു സാധനം ചെയ്തു കഴിഞ്ഞാൽ അതിന് വേണ്ട വിഷ്വലുകൾ നമുക്ക് എടുക്കാനുള്ളൊരു സമയം. ഇപ്പോൾ അതൊന്നുമില്ല. ചെല്ലുക, 10 ഷോട്ട് എടുക്കുക, തിരിച്ചു പോരുക, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലൈവ് അവിടുന്ന് കൊടുക്കുന്നു, അതോടെ തീരുന്നു. ആ ഒരു സംസ്കാരത്തിലേക്ക് എത്തി. അതായത് സ്റ്റോറികൾ ആവശ്യമില്ല, സ്റ്റോറികളില്ല എന്ന് തന്നെ പറയാം. എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു ചാനൽ എടുത്താൽ അതിനകത്ത് എത്ര സ്റ്റോറി ഒരു ദിവസം പോകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാതെ അത് ലൈവ് അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡപ്പ് അതിലേക്ക് ഒതുക്കി. പക്ഷേ അങ്ങനെയല്ല. അത് വേണ്ടതെന്ന് പറഞ്ഞാൽ എപ്പോഴും ആളുകൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനം ചെയ്യുന്ന ഒരു സ്റ്റോറി. ഒരു ക്യാമറമാനും, അതായത് ഒരു ക്യാമറമാൻ്റെ ഏറ്റവും വലിയ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് അവൻ്റെ ഒരു വിഷ്വൽ കണ്ടിട്ട് അവനെ ഒരാൾ വിളിച്ചു പറയുമ്പോഴാണ്, നന്നായിരുന്നു എന്ന് പറയുമ്പോഴാണ് അവൻ്റെ ഒരു കഴിവ് വെളി വരുന്നുള്ളൂ. ഇത് ഒന്നുമില്ല, ചെയ്യാനൊന്നുമില്ല. ചെയ്യുന്നു, ഒരു സ്റ്റാൻഡപ്പ് വെക്കുന്നു, അവിടെ നിന്നൊരു 10 ഷോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് കാണിക്കുന്നു എന്നുള്ളതൊക്കെ കഴിഞ്ഞ് സ്റ്റോറികളില്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തി. പക്ഷേ അത് മാറണം. ആ ഒരു സംസ്കാരം മാറ്റി സ്റ്റോറികളിലേക്ക് തന്നെ തിരിച്ചു വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. അതിൽ നിന്ന് തന്നെ തുടർച്ചയായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഒരു ക്യാമറമാൻ എന്ന നിലയിൽ മറക്കാനാവാത്ത ഒരു അനുഭവം? മറക്കാനാവാത്ത അനുഭവങ്ങൾ ഒത്തിരി ഉണ്ട്. അതായത് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മൂന്നാർ എവിക്ഷൻ, മതികെട്ടാൻ എവിക്ഷൻ, പിന്നെ നമ്മളുടെ കവളപ്പാറ ദുരന്തം, അത് മറക്കാൻ പറ്റാത്തൊരു സാധനമാണ്. അതായത് എത്ര ബോഡികൾ ഇനിയും അതിനകത്ത് കിട്ടാതെ, അതായത് ഒരു മല അപ്പാടെ ഇടിഞ്ഞ് താഴത്തുണ്ടായിരുന്ന ഒരു കുഴിയിൽ വന്ന് മൂടിപ്പോയി. അതിനടിയിൽ നിന്നും എനിക്ക് തോന്നുന്നുണ്ട് 10-12 മൃതദേഹങ്ങൾക്ക് എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത്രത്തോളം താഴ്ചയിലേക്ക് മണ്ണ് വന്നും മൂടിയിട്ട് അതിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. അപ്പം ഞങ്ങൾ നടക്കുന്ന ഭാഗത്താണ് ചില ആളുകൾ എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കാം എൻ്റെ വീട്, ആ വീട് എവിടെയാണെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. അത് നമ്മളുടെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ല, അത് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ചില സംഭവങ്ങളാണ് അതൊക്കെ. ഒത്തിരി ഉണ്ട്, എങ്കിലും അതിനകത്തുനിന്ന് കവളപ്പാറ ദുരന്തം, അത് കണക്ക് തന്നെ നമ്മുടെ വയനാട് ദുരന്തം, പിന്നെ മൂന്നാറൊക്കെ എത്ര മണ്ണിടിച്ചിൽ നമ്മൾ പോയിട്ട് ഇവിടെ നിന്ന് പോയാൽ ചിലപ്പോൾ തിരിച്ചു വരുന്നത് ചിലപ്പം 4-5 ദിവസം കഴിഞ്ഞായിരിക്കും. ആ പഴയ ഡ്രസ്സ് പോലും ഇല്ലാതെ എന്തോ മണ്ണിടിഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ പോകുന്നതാണ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ തിരിച്ചു വരാൻ പറ്റില്ല, വണ്ടി തിരിച്ചു വിടില്ല. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിലൊക്കെ അതൊക്കെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒത്തിരി അധികം ഈ പറഞ്ഞ കണക്ക് മറക്കാൻ പറ്റാത്ത സംഭവങ്ങളിൽ ഒരുപാടുള്ളൊരു സാധനമാണ്. അതിനകത്ത് മറക്കാൻ ആഗ്രഹിക്കുന്ന സംഭവങ്ങളുണ്ടോ? തീർച്ചയായിട്ടും. അതായത് എൻ്റെ ജീവിതത്തിൽ ഞാൻ മറക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഭവങ്ങളിലൊന്നാണ് നമ്മുടെ AV മുകേഷ്. അവൻ എൻ്റെ ഒരു ക്യാമറമാൻ എന്നുള്ള രീതിയിലായിരുന്നില്ല, എൻ്റെ ഒരു സഹോദരൻ, അല്ലെങ്കിൽ എൻ്റെ ഏറ്റവും അടുത്ത ഒരാൾ. ഞങ്ങളൊരു മണ്ണാർക്കാട് ഒരു ഷൂട്ടിന് ഞാനും പ്രിയയും കൂടെ പോകുമ്പോഴാണ് ഒരു ഫോൺ വരുന്നു, ആന ചവിട്ടി എന്ന് പറയുന്നു. അപ്പോൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ പ്രിയോട് ചോദിച്ചു, എന്ത് പറ്റി എന്ന് ചോദിച്ചാൽ പ്രിയോ നമ്മുടെ മുകേഷിനെ ആന ചവിട്ടി എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു എന്നിട്ട്, അപ്പം ഒന്നും അറിയില്ല, നമുക്കപ്പോൾ ഷൂട്ട് പോകണ്ട, തിരിച്ചു പോരാന്ന് പറഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു വരുന്നു. ഞാനപ്പോൾ അവിടെ നിന്നുകൊണ്ട് ഞാൻ ഓരോരുത്തരെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ അവിടുത്തെ റിപ്പോർട്ടറെ വിളിച്ചപ്പോൾ പറഞ്ഞു അവൻ കരയുകയായിരുന്നു, അവൻ പോയി എന്നാണ് പറഞ്ഞത്. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞില്ല, നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് മരണങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതൊന്നും നമുക്കൊരു വിഷമം ഉണ്ടാവും. നമ്മൾ ക്യാമറയുടെ വ്യൂ ഫൈൻഡറിലൂടെ കരയുക എന്നുള്ളത് നമുക്ക് പറ്റുള്ളൂ ഇതൊക്കെ കാണുമ്പോൾ. പക്ഷേ ഇതങ്ങനെ ആയിരുന്നില്ല. ഇത് ഞാൻ പറഞ്ഞ കണക്ക് എൻ്റെ കുടുംബത്തിലെ ഒരു അംഗം നഷ്ടപ്പെട്ട ഒരു വിഷമം. അതായത്
അതെൻ്റെ ജീവിതത്തിൽ എത്ര വന്നാലും ഇപ്പോഴും അവൻ്റെ ഒരു പടം, ഞാനും അവനും കൂടെ നിൽക്കുന്ന പടം ഏതെങ്കിലും ഒരു സ്റ്റാറ്റസിൽ പൊങ്ങി വരികയോ അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ വരുമ്പോഴത്തേക്ക് നമ്മളുടെ മനസ്സിന് അത്രയധികം ഹേർട്ട് ചെയ്ത ഒരു സാധനം ഇല്ലയെന്ന് തന്നെ പറയേണ്ടി വരും. അതെന്നും ഞാൻ ഈ പറയുന്ന കണക്ക് നമുക്ക് മറക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. സ്റ്റുഡിയോ അനുഭവങ്ങളിലേക്ക് തന്നെ മടങ്ങി വരാം. ഈ ഏഷ്യാനെറ്റിൻ്റെ സ്റ്റുഡിയോയിലെ ആദ്യകാല അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ പ്രോഗ്രാമുകളിലായിരുന്നല്ലോ ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ EMS, അതുപോലെ EK നായനാർ, ഇവരുടെയൊക്കെ പ്രോഗ്രാമുകളുണ്ടായിരുന്നു. ആ ഒരു അനുഭവം എന്താണ്? തീർച്ചയായിട്ടും. അതായത് എനിക്ക് തോന്നുന്നു ആദ്യം പോകുന്നത് EMS നീലൻ സാറാണ് ചെയ്യുന്നത്. EMSൻ്റെ കൂടെ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. അത് നമുക്ക് നഷ്ടം പറ്റിയൊരു സാധനം അതാണ്. പുള്ളിയുടെ കൂടെ ഒന്നൊരു പടം എടുക്കാൻ പറ്റില്ല. അന്ന് പിന്നെ സെൽഫിക്കുള്ള ചാൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും ക്യാമറ ഇല്ലാത്തതുകൊണ്ടും അതൊന്നും നടന്നില്ല. അന്ന് ഈ പറഞ്ഞ കണക്ക് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും അടുത്ത് EMSനെയൊക്കെ അടുത്ത് കാണാൻ പറ്റുന്നു എന്നുള്ളൊരു വലിയ അനുഭവമാണ്. അതായത് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമുക്കൊരു നഷ്ടം, വലിയ നഷ്ടമാണ്. EMSൻ്റെ കൂടെ ഒന്നൊരു പടം എടുക്കാൻ പറ്റിയില്ല. ചിലവർ ചോദിക്കാറുണ്ട്, ഞാനത് പറയുമ്പോൾ അതെന്തിനാ കൂടെ നിന്ന് പടം എടുക്കുന്നത് എന്തിനാണെങ്കിൽ അതല്ല, ആ ഒരു മെമ്മറി അത് നമ്മളുടെ ഒരു ജീവിതത്തിലെ ഒരു വലിയൊരു അനുഭവങ്ങളിലൊന്നാണ്. ഇപ്പോൾ EMSൻ്റെ വീട്ടിൽ പോകുന്നു, അവിടെ നിന്ന് നമ്മൾ വിചാരിക്കും EMS ഇത് എങ്ങനെ സംസാരിച്ച് തുടങ്ങും, വിക്കി തുടങ്ങുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് സംസാരിക്കുമോ, ഇത് ബാക്കി എങ്ങനെ ആകും എന്നുള്ള ടെൻഷൻ. പക്ഷേ ആ സംസാരിച്ച് തുടങ്ങിയാൽ പുള്ളിയുടെ ഒരു ഫ്ലുവൻസി ഭീകരമായിട്ട് പിന്നീട് നമുക്ക് തോന്നത്തില്ല. ആ ഒരു സ്റ്റോപ്പ് വരുന്ന സമയത്ത് മാത്രമായിരിക്കും. പിന്നീട് വീണ്ടും പുള്ളി ഒരു ചെറിയൊരു തപ്പൽ തപ്പി വീണ്ടും തുടങ്ങിയാൽ അത് തീരുന്നത് വരെ അതൊരു കണ്ടിന്യൂവേഷൻ. ഒന്നും പറഞ്ഞു കൊടുക്കണ്ട. അതൊന്നും അവിടെ ചെന്ന് എനിക്കൊന്ന് നീലൻ സാറ് തന്നെയാണെന്ന് തോന്നുന്നു. നീലൻ സാറിൻ്റെ തോമസ് ചേട്ടനാണെന്ന് സംശയമുണ്ട്. അവർ പറഞ്ഞു കൊടുക്കുന്നു, എങ്കിൽ നമുക്ക് തുടങ്ങാം എന്നൊരു വാക്ക് മാത്രമേ പറയുന്നുള്ളൂ. അവിടെ നിന്ന് തുടങ്ങിയാൽ ആ സാധനം തീരുന്നത് വരെ നമ്മളവിടെ വയ്ക്കുന്ന അരമണിക്കൂർ പ്രോഗ്രാം, അതായത് ഒരു 20 മിനിറ്റോ 22 മിനിറ്റോളം പുള്ളി കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുന്നു. ആ ഒരു ഫ്ലുവൻസി അതൊക്കെ നമുക്കത് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. പുള്ളിക്കാരനെ ആ സമയത്തുണ്ടായിരുന്ന ഒരു അനുഭവങ്ങളിൽ ഏറ്റവും വലുതാണ്. പിന്നെ നയനാർ, അത് നമുക്കൊരു കോമഡി പരിപാടി പോലെ, അങ്ങനെ പറയാൻ പാടില്ല എങ്കിലും അതൊരു നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് ഭയങ്കരമാണ്. അതായത് അന്ന് ആകപ്പാടെ ഒരു മൊബൈൽ ഫോൺ ഉള്ളത് 98470984 ഐഡിയയുടെ ഒരു നമ്പർ കമ്പനിക്ക് തന്നിരിക്കുന്നതാണ്. EMSനെ വിളിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു നമ്പറായിരുന്നു. നയനാരെ വിളിക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു നമ്പറാണ്. അത് കമ്പനിയുടെ നമ്പറായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അന്നാണ് ഞങ്ങൾ വീട്ടിലേക്ക് വിളിക്കുന്നത്, ആ ഫോണിലായിരിക്കും. അതായത് അന്ന് നമുക്ക് ഫ്രീ ആണ് രാവിലെ, പക്ഷേ വിളി തുടങ്ങും, നമുക്ക് കൈ കിട്ടിയാൽ നമുക്ക് തിരിച്ചങ്ങോട്ട് വിളിക്കാൻ പാടാം, നാട്ടുകാർ മുഴുവൻ വിളിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ സമയത്ത് അത് ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പോൾ അത് വന്നു കഴിഞ്ഞ് അതും ഈ പറഞ്ഞ കണക്കാണ്. ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറായിരിക്കും നമ്മൾ ഷൂട്ട് ചെയ്യുക. അതിനകത്ത് വേണ്ടത് എഡിറ്റ് ചെയ്യുക. അതും എനിക്ക് തോന്നുന്നു നീലൻ സാറും തോമസ് ചേട്ടനാണ് അതും കോർഡിനേറ്റ് ചെയ്യുന്നതും. നീലൻ സാറായിരിക്കുന്നതും തോമസ് ചേട്ടനായിരുന്നു. രണ്ടുപേരും മാറി ഇരിക്കാറുണ്ട്. ഇവർ രണ്ടുപേരുമാണ് അതിനകത്ത് ചെയ്യുന്നത്. അപ്പം അന്ന് നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് പ്രോഗ്രാം ടീമിൻ്റെ കൂടെയാണ് വരുന്നത്. അത് ഈ പറഞ്ഞ കണക്കാണ് രണ്ടാമത് ഉള്ളൊരു വലിയ അനുഭവങ്ങളിലൊന്നാണ്. ഇവർ രണ്ടുപേരെയും, അതായത് അഹങ്കാരമോ അഹന്തയോ ഇല്ലാത്ത രണ്ടുപേര്, അവരെ രണ്ടുപേരെയും വളരെ അടുത്തറിയാനും നേരിട്ട് കാണാനും സാധിച്ചത് തന്നെ വലിയൊരു അനുഭവമായിട്ട് കണക്കാക്കുന്നുണ്ട്. ഈ മുഖ്യമന്ത്രിയോട് ചോദിക്കാമെന്നുള്ള പരിപാടി എനിക്ക് തോന്നുന്നത് ഈ മുഖ്യമന്ത്രി നേരിട്ട് ജനങ്ങളുമായിട്ട് സംവദിക്കുന്ന അത്തരത്തിലുള്ള ആദ്യത്തെ ഒരു പരിപാടിയായിരുന്നു. അതെ, അതായത് ആദ്യത്തെ പരിപാടി പരിപാടിയാണ്. അപ്പോൾ അതിനെ പിന്നീട് അത് പ്രശസ്തമായി ആകുന്നത് മിമിക്രിക്കാരെടുത്ത് അതിനെ കോമഡി ആയിട്ട് അവതരിപ്പിക്കുമ്പോഴാണ് അത് പിന്നീട് എന്താ പറയുക ജനങ്ങളിലേക്ക് എത്തുന്നത്. പക്ഷേ അത് വളരെ ഫലപ്രദമായിട്ട് കുറേയേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ ഒരു പരിപാടിയായിരുന്നു. അതിൻ്റെ ഒപ്പം പ്രവർത്തിക്കാൻ സാധിച്ചു. തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതായത് പിന്നെ നയനാരുടെ കൂടെയുള്ള ഒരു പ്രോഗ്രാമിന് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ അന്ന് ശശിയാന്ന് തോന്നുന്നുണ്ട് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ളത്. പുള്ളിക്കാരൻ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സഖാവിൻ്റെ റൂം തരുന്നു, അവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നു. പുള്ളി കറക്റ്റ് സമയമാകുമ്പോഴേ വരുള്ളൂ. അതായത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നൊരു ടൈം പക്ഷേ ഞാൻ കറക്റ്റായിട്ട് ഓർക്കുന്നില്ല, ഏത് ടൈമായിരുന്നു എന്ന് ഓർക്കുന്നില്ല. ആ ടൈമിൽ വരുന്നു. ഒത്തിരി, അതായത് എനിക്കൊന്നും ഏഷ്യാനെറ്റാണ് അന്ന് നമുക്ക് എനിക്കൊന്നു 3 വാർത്തയേ ഉള്ളൂ. രാവിലെ മോർണിംഗ് 7 മണി, ഉച്ചയ്ക്ക് 1 മണി, വൈകുന്നേരം 6 or 7 ആണ്, 6 മണിയാണെന്ന് തോന്നുന്നു. അന്ന് 3 വാർത്തയേ ഉള്ളൂ. അന്നത്തെ ആ വാർത്ത എന്ന് പറഞ്ഞാൽ ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ ആളുകളെല്ലാം അറിയുമെന്നുള്ളതാണ്. അന്നത്തെ ആ ഒരു ഏഷ്യാനെറ്റിൻ്റെ ഒരു ചാനൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ആ സമയത്ത് വരുന്ന വാർത്തകൾക്കും അത്ര പ്രാധാന്യം ഉണ്ടായിരുന്നു. ആളുകൾ കാണുന്നു. അത് ആളുകൾ മാത്രമല്ല, ഒരു പത്രം ഓഫീസിൽ പോലും ഏഷ്യാനെറ്റിൻ്റെ ആയിരിക്കും ചാനൽ. അതിപ്പോഴും ഏതാണ്ട് എനിക്ക് തോന്നുന്നു 50% ആൾക്കാരും
ശ്രദ്ധിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ്. അപ്പോൾ ആ ഒരു അവസ്ഥകളായിരുന്നു അന്നുണ്ടായിരുന്നത്. അത് ഈ പറഞ്ഞ കണക്കാണ്. പിന്നെ കെ നായനാരുടെ ഈ പ്രോഗ്രാമിന് നമ്മൾ ചെല്ലുമ്പോൾ തൊട്ട് തീരുന്നത് വരെ നമ്മളോട് പോലും ഇടപഴകുന്ന ഒരു രീതി വളരെ ഈ അട്രാക്റ്റീവായിട്ടായിരുന്നു. കേരളത്തിലെ ഒട്ടുമിക്ക ബ്യൂറോകളിലും പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള സമയത്ത്, അതായത് ബ്യൂറോകളിൽ ക്യാമറമാനായിട്ട് പ്രവർത്തിക്കുന്ന സമയത്തായിരിക്കും കേരളത്തിലെ വാർത്താ ചരിത്രത്തിൽ ഓർത്തു വെക്കാവുന്ന അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയാവുന്ന സംഭവങ്ങൾക്കൊക്കെ സാക്ഷിയായിട്ടുണ്ട്. അപ്പോൾ അത്തരം സംഭവങ്ങൾ ഏതൊക്കെയാണ് എന്ന് എടുത്തു പറയാൻ കഴിയുന്നത്? അത് ഈ പറഞ്ഞ കണക്കാണ്. നമ്മൾ ജീവിതത്തിൽ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലുതെന്ന് തന്നെ എനിക്ക് പറയേണ്ടി വരും പോൾ മുത്തൂറ്റ് കേസിലെ എസ്കത്തി വിവാദം. അതന്ന് ആ ഒരു സമയത്തുണ്ടായിരുന്ന എല്ലാ ചാനലുകളും ക്യാരി ചെയ്യേണ്ടി വന്നൊരു വാർത്തയായിരുന്നു. എസ്കത്തി ഉണ്ടാക്കിയതാണ് എന്ന് എനിക്കും ഐപ്പിനും കൂടെ കിട്ടിയൊരു വാർത്ത. ഐപ്പിന് കിട്ടിയൊരു വാർത്ത. ഐപ്പെന്നെ വിളിച്ച് പറയുന്നു നമുക്കത് ഒന്ന് ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ ഐപ്പെ നമ്മൾ പിടിച്ചാൽ കിട്ടുന്നൊരു സാധനമല്ല. പോലീസ് എസ്കത്തി ഉണ്ടാക്കി. അതെ, പോലീസ് എസ്കത്തി ഉണ്ടാക്കി എന്ന് പറഞ്ഞ് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടി. അത് ഉണ്ടാക്കിയതാണ്, ഇന്ന കൊല്ലൻ അത് ചെയ്തതാണ് എന്ന് പറഞ്ഞൊരു സാധനം വരികയും നമ്മൾ ആ സാധനം ചെയ്യാൻ ഐപ്പെന്നോട് പറയുന്നു. അപ്പം ആദ്യം ഞാനത് ഉഴപ്പി വേണ്ടെന്ന് പറഞ്ഞു. അത് നമ്മൾ പിടിച്ചാൽ കിട്ടുന്നൊരു സാധനമല്ല, അതുകൊണ്ട് അത് വേണ്ട, നമുക്ക് വേറെ നോക്കുക, അല്ലെങ്കിൽ നീ കൊച്ചി നാളെ വരുത്തി ചെയ്യിക്കുന്നവരെ ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഐപ്പ് പറഞ്ഞു നടക്കില്ല, നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. ഒരു ഓണം കഴിഞ്ഞ് വന്നിട്ട് അതിന് ഞാൻ പോകുന്നു. ഞാനും എൻ്റെ കൂടെ ഞങ്ങളുടെ അവിടുത്തെ 2 സാരഥികൾ, കുഞ്ഞുമോനും വിനോദും എന്ന് പറയുന്ന 2 ഡ്രൈവർമാർ, അവർ വന്നു എൻ്റെ കൂടെ. അപ്പം കുഞ്ഞുമോനും ഞാനും കൂടാണ്. മറ്റവനെ വണ്ടിയിൽ തന്നെ ഇരുത്തി അവിടെ ചെന്ന് കൊല്ലനോട് സംസാരിക്കുന്നു. സംസാരിച്ച് അപ്പം പുള്ളി പറയുന്നു ഇത് കണക്ക് അവിടുന്ന് സൗത്തിൽ നിന്ന് സാർ വന്ന് പറഞ്ഞ് ജയിച്ചതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു ഒരെണ്ണേ ജയിച്ചുള്ളൂ എന്ന് ചോദിച്ചു. അല്ല, രണ്ടാമത് ഒരെണ്ണം കൂടി ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ച മറ്റേ കത്തി കൂടി നമുക്ക് മേടിച്ചുകൊണ്ട് പോരാമെന്നാണ് വിചാരിച്ചത്. അപ്പം പെട്ടെന്ന് അപ്രത്യക്ഷമായിട്ട് പുള്ളിയുടെ അനിയൻ കയറി വരുന്നു അവിടെ. അപ്പോൾ പിന്നെ എനിക്കൊരു മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആയതുകൊണ്ട് ഞാനത് വേണ്ട, അത് നമ്മൾ ഉപേക്ഷിക്കാമെന്ന് വിചാരിച്ച് തിരിച്ചവിടെ നിന്ന് ഇറങ്ങുന്നു. ഇതെല്ലാം പറഞ്ഞ് നമുക്ക് വേണ്ടത് മുഴുവൻ കിട്ടിയിരുന്നു. അപ്പം കത്തി എടുക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു സാധനം മാത്രമേ ഉള്ളൂ അതിനകത്ത് വന്നു. അപ്പോൾ അത് വേണ്ടാന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങുന്നു. ഞങ്ങൾ വണ്ടി കയറുന്നു. തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് അവർ നമ്മളെ വാച്ച് ചെയ്യുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ നമ്മളെ മനസ്സിലായിട്ടുണ്ട്, പെട്ടെന്ന് വിട്ടോളാൻ പറഞ്ഞു വരുന്നു. അപ്പം ഞാനും ഐപ്പും കൂടെ അത് സ്റ്റോർ ചെയ്യാനായിട്ട് നിന്നു. അപ്പം വേണ്ട സ്റ്റോർ ചെയ്തു. 6 മണിക്ക് അത് ബ്രേക്ക് ചെയ്തപ്പം പല ആൾക്കാരും വിളിച്ച് തഴി നന്നായിരുന്നു. ഞാൻ പറഞ്ഞേട്ടാ ഞാനല്ല അത് ചെയ്തത്. അന്ന് സന്ദീപിനെ കൊണ്ടാണ് ഓഡിയോ എടുത്തത്. സന്ദീപ് വജസ്പതി ആണ് ഓഡിയോ എടുത്തത്. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറയുന്നു, അല്ല മറ്റുള്ളവർ പറഞ്ഞാൽ അല്ല നിൻ്റെ സൗണ്ടാണല്ലോ കേൾക്കുന്നത്. ഞാൻ പറഞ്ഞാൽ അതെൻ്റെ ഒന്നുമല്ല, അത് കൊച്ചിയിൽ നിന്ന് ആരോ ചെയ്തതാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. അതായത് 3 മാസം വരെ നമ്മൾ വളരെയധികം ടെൻഷൻ അടിച്ച് ജീവിച്ചൊരു സമയമായിരുന്നു അത്. എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ മാൻ ബ്യൂറോയിലുള്ളൊരു പരിധി, അത് എപ്പോഴും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഞാൻ തന്നെ ഷൂട്ടിന് പോകണം, അങ്ങനെയുള്ളൊരു പ്രശ്നം. അന്ന് പിന്നെ ഈ പറഞ്ഞ കണക്ക് മേൽത്തട്ടി നമ്മൾ വിളിച്ചു പറഞ്ഞു ഇത് കണക്ക് ബുദ്ധിമുട്ടാണ് ഇങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ കുഴപ്പമില്ല, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് അവർ പറഞ്ഞെങ്കിലും അത് എത്രത്തോളം അവർ നോക്കുമെന്നുള്ളത് നമുക്കറിയാമല്ലോ അതിനകത്ത് വരുന്നത്. അതൊരെണ്ണം. അത് ഞാൻ പറഞ്ഞ നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അനുഭവം തന്നെ ആയിരുന്നു അത്. പിന്നെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും മഞ്ജുഷ് ഗോപാലും കൂടെ കൊച്ചിയിലുണ്ടായിരുന്നപ്പം ഒരു 3 ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറി ചെയ്തിട്ടുണ്ട്. ഒന്ന് ഗുരുവായൂർ ദിവസത്തിലെ അഴിമതി എന്ന് പറഞ്ഞൊരു സാധനം. അവിടെ ഗുരുവായൂർ ദിവസത്തിൽ ജോലി മേടിച്ചു തരാമെന്ന് പറഞ്ഞ് ഗുരുവായൂർ ദിവസത്തിലെ ഒരാളാണെന്ന് പറഞ്ഞ് മൂവാറ്റുപുഴയിൽ എൻ്റെ കൂടെ അനിലും ശ്രീത്ത് എന്ന് പറഞ്ഞ 2 പേരാണ് വന്നത്, എൻ്റെ കൂടെ വന്നത്. അപ്പം ഞങ്ങൾ പോകുന്നു, അവിടെ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ തന്നെ പേടിച്ചു. അതൊരു വൻ ഗുണ്ടാസംഘം കണക്കൊരു സെറ്റപ്പിലേക്കാണ് ഞങ്ങൾ കയറി ചെല്ലുന്നത്. അപ്പോൾ ഞാൻ ശ്രീത്തിനോട് പറഞ്ഞു, ശ്രീത്തേടാ ഇത് പ്രശ്നമാകുമോ, ഇത് കണ്ടിട്ടൊരു വല്ലാത്തൊരു നമുക്ക് തിരിച്ചു പോകണമെന്ന് ചോദിച്ചാൽ. അപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവരുടെ ധൈര്യത്തിലും കൂടെ നമ്മൾ കയറി ചെല്ലുന്നു. അതിനകത്ത് നിന്ന് അവരുടെ നിന്ന് വേണ്ടത് മുഴുവൻ നമ്മൾ ചുരണ്ടി എടുത്തിട്ട് തിരിച്ചിറങ്ങി കഴിഞ്ഞപ്പം അവിടുന്ന് ഒരു ലേഡി വിളിക്കുന്നു. അപ്പോൾ ബാക്കി പൈസ എപ്പോൾ തരുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇവിടെ ഇല്ല, അപ്പോൾ നമുക്ക് ഗുരുവായൂർ വെച്ച് കാണാമെന്ന് പറയുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗുരുവായൂർ പോകുന്നുണ്ട്, ഞാനും മഞ്ജുഷോ കൂടെ ഗുരുവായൂർ പോകുന്നു. അവിടെ ചെന്ന് ഈ ആളെ തന്നെ ഞങ്ങൾ കാണുന്നു. അപ്പോൾ പുള്ളി പറയുന്നത് ഞാൻ ഇവിടുത്തെ ആളാണ് എന്ന് പറയുന്നു. അപ്പോൾ പക്ഷേ ആ സ്റ്റോറി അവിടെ വെച്ച് നമ്മൾ നിർത്തേണ്ടി വന്നു. അതായത് പിന്നീട് നമുക്ക് അതിൻ്റെ ഫോളോ അപ്പ് കിട്ടിയില്ല ആ ഒരു സ്റ്റോറി. പിന്നെ കോവൂർ കുഞ്ഞുമനുമായിട്ട് ബന്ധപ്പെട്ട ഒരു സാധനം, കോവൂർ കുഞ്ഞുമൻ്റെ ഒരു സ്റ്റോറി, അതും ഇതേപോലെ തന്നെ ഒരു സാധനമായിരുന്നു. അന്ന്
ന്യൂസ് അവറിൽ ചർച്ചയൊക്കെ ആയ ഒരു സാധനമായിരുന്നു. വേണുഗോപാലകൃഷ്ണൻ അത് വെച്ച് കോവൂർ കുഞ്ഞുവിനെ വളരെയധികം ഇൻസൾട്ട് ചെയ്തു. പക്ഷെ അത് ഈ പറഞ്ഞ കണക്ക് നമ്മുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അന്നത്തെ എൻ്റെ 3 സ്റ്റോറികൾക്കാണ് മഞ്ജുഷിന് VK മാധവൻകുട്ടി അവാർഡ്, ആദ്യത്തെ ഫസ്റ്റ് VK മാധവൻകുട്ടി അവാർഡ് കിട്ടുന്നത് ആ സ്റ്റോറിക്ക്. അതുപോലെ തന്നെയാണ് മൂന്നാർ മതികെട്ടാൻ ഒഴിപ്പിക്കലുകൾ, അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ അതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് മൂന്നാർ നമ്മളുടെ എവിക്ഷൻ നമ്മളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവം. അതായത് കരിമ്പൂച്ചകൾ, അതായത് രാജീവ് നാരായണസ്വാമി, സുരേഷ് കുമാർ, ഋഷിരാജ് സിംഗ്, ഇവർ 3 പേരും, അതായത് ഏറ്റവും കൂടുതൽ അടുപ്പം അന്ന് ആ സമയത്ത് നമുക്ക് ഇവരുമായിട്ടുണ്ടായിരുന്നു. അതായത് ഡെയിലി രാവിലെ ഇവരെ 3 പേരും കൂടെ ആയിരിക്കും നമ്മൾ ഇറങ്ങുക. എനിക്കൊന്നു ആ കാടിൽ നടുക്കുള്ള ഒരുമാതിരിപ്പെട്ട എത്രയോ ബിൽഡിങ്ങുകൾ നമ്മൾ ഇടിച്ചു പൊളിച്ചു. അന്ന് ലൈവ് വേറെ ഫെസിലിറ്റി ഇല്ല. മൂന്നാർ ടൗണിൽ ഗസ്റ്റ് ഹൗസിൽ നമ്മൾ DSNG ഇട്ടിരിക്കുന്നു. അവിടെ നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ടേപ്പുകൾ അത് നല്ല ദൂരത്തിലായിരിക്കും നിൽക്കുന്നത്. അപ്പം വണ്ടി വെളിയിൽ കാത്തു വെക്കും. നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ടേപ്പുകൾ കാറിൽ കൊടുത്തു വിടുന്നു. ഈ കാറിൽ കൊണ്ടുവന്നിട്ട് DSNGയിൽ വന്നിട്ട് അവിടെ നിന്ന് ഒരു ക്യാമറ വെച്ച് പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അന്ന് ലൈവിന് ഇതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കൊണ്ടു നടക്കുന്നത് കിട്ടത്തില്ല. കാടിനിടയ്ക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടാൻ പാടായതുകൊണ്ട് ഇങ്ങനെയായിരുന്നു അന്ന് ചെയ്യുന്നത്. അത് ഈ പറഞ്ഞ കണക്കാണ്. നമ്മൾ എത്ര ബിൽഡിങ്ങുകൾ നമുക്ക് കാണുമ്പോൾ സങ്കടം വരുമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അതൊരു വലിയൊരു അനുഭവമായിരുന്നു. അന്നത്തെ ഇതിൽ സന്തോഷമല്ല എങ്കിലും ഈ പറഞ്ഞ കണക്ക് നമ്മളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു അത്. ഈ മൂന്നാർ എവിക്ഷൻ സമയത്താണ് ഇന്ത്യ വിഷൻ്റെ ക്യാമറമാനെ ചുവന്നിറക്കിയത്. തീർച്ചയായിട്ടും. അതായത് മൂന്നാർ എവിക്ഷൻ നടക്കുന്ന ടൈമിൽ ഞങ്ങളൊരു വാച്ച് ടവർ പൊളിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു വലിയ മലയുടെ മുകളിലേക്ക്, അന്ന് എല്ലാവരും ഉണ്ട്, ബാക്കി പിന്നെ ഇന്ത്യ വിഷൻ ഉണ്ട്, നമ്മളുണ്ട്, സൂര്യ, അങ്ങനെ 2-3 ചാനലുമായിട്ടാണ് ഞങ്ങൾ കയറുന്നത് അതിൻ്റെ മേളിലേക്ക്. ആ മേളിൽ ചെല്ലുന്ന സമയത്താണ് ഫൈസൽ എന്ന് പറയുന്ന ഇന്ത്യ വിഷനിലെ ക്യാമറമാന് എന്തോ ഒരു അവന് നടക്കാൻ മേലാത്ത അവസ്ഥ വന്നു. പെട്ടെന്ന് സുഖമില്ലാതെ വന്നു. അപ്പം നോക്കിയപ്പം ബാക്കി ആർക്കും നല്ല കയറ്റം കയറിയാണ് നമ്മൾ ചെന്നിരിക്കുന്നത്. അപ്പം ഞാൻ നേരെ പറഞ്ഞു കുഴപ്പമില്ല, അപ്പം എൻ്റെ ക്യാമറ നമ്മുടെ റിപ്പോർട്ടർ എനിക്കൊന്ന് ഇവനാന്ന് തോന്നുന്നു സന്തോഷ് കുമളിയാണ്, കുമളിയെ ക്യാമറ ഏൽപ്പിച്ചിട്ട് ഇവനെ നേരെ എടുത്ത് തോളത്തിട്ട് എനിക്കൊന്ന് വേണ്ട ഒരു 2 കിലോമീറ്ററോളം നമ്മൾ താഴത്തോട്ട് നടന്നിറങ്ങണം. അത് ദുർഘടം പിടിച്ചൊരു വഴി. അന്നത്തെ ഒരു തൻ്റെ ഇടമൊക്കെ വെച്ച് അവനെ എടുത്ത് തോളത്തിട്ട്, അന്ന് അവനും വെയിറ്റ് കുറവാണ്, അവനെ എടുത്ത് തോളത്തിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങുകയും അത് ഈ പറഞ്ഞ കണക്ക് അത് കഴിഞ്ഞ് ആൾക്കാർ എന്നോട് പറഞ്ഞു, രാജേഷ് ഭയങ്കര റിസ്ക്കായി പോയി കാണിച്ചത്, എന്തെങ്കിലും തട്ടുക വല്ലതും ചെയ്ത് കഴിഞ്ഞാൽ താഴത്ത് വീഴുമായിരുന്നു എന്നൊക്കെ അന്ന് പറഞ്ഞിരുന്നു. സിനിമാനുഭവം ഏതായാലും സഹായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. യൂണിറ്റിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും. അതായത് എൻ്റെ തുടക്കം സിനിമ ഫീൽഡായിരുന്നു. സിനിമ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒത്തിരി ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ക്രെയിനിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, യൂണിറ്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ക്യാമറമാരോട് വർക്ക് ചെയ്തിട്ടുണ്ട്, സൗണ്ടിൽ നാഗര എന്ന് പറയുന്ന സൗണ്ടിൻ്റെ കൂടെ സന്തോഷം എന്ന് പറയുന്ന അവൻ്റെ കൂടെ പോയിട്ടുണ്ട്. അങ്ങനെ ഒരുമാതിരിപ്പെട്ട അതായത് കഴിയുമെങ്കിൽ ഒരു സമയം വെറുതെ ഇരിക്കുക എന്നുള്ളൊരു സാധനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ളത് കൂടുതലും ചൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം അക്കൂട്ടത്തിലാണ് എനിക്ക് തോന്നുന്നു നമ്മളുടെ സിനിമ ചെറിയ രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് പല സിനിമകളിലും. ചുമ്മാ അതായത് ഇതിനു വേണ്ടിയിട്ടല്ല, ചില സീനുകൾ എടുക്കുമ്പം ഡയറക്ടേഴ്സിന് കൂടുതൽ അടുപ്പം ഉള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് തീർക്കാൻ പറ്റുമെന്നുള്ള, അല്ലെങ്കിൽ താമസവും വരുമെന്നുള്ളത് കൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പല സ്ഥലങ്ങളിലും ജയരാജിൻ്റെയൊക്കെ പടത്തിലാണല്ലോ ഏതെങ്കിലും ഒരു വേഷം നമ്മൾ ഒത്തിരി, എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ പടം ഞാൻ ചെയ്തിരിക്കുന്നത് ജയരാജിൻ്റെയൊക്കെ കൂടെയാണെന്ന് തോന്നുന്നുണ്ട്. ജയരാജിൻ്റെ കൂടെ പടത്തിൽ പലതിലും ഈ പറഞ്ഞ കണക്ക് ചെറിയ വേഷങ്ങൾ. പിന്നെ അതുകണക്ക് തന്നെ സഞ്ജീവ് ശങ്കറിൻ്റെ കൂടെ ഏതെങ്കിലും ചില ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ചില സീനുകൾ നമ്മളെ നിർബന്ധമായിട്ടും പിടിച്ച് അഭിനയിക്കുക. അതെന്ന് പറഞ്ഞാൽ അവർക്ക് പ്രോപ്പറായിട്ട് വന്ന് നിൽക്കുന്നതിന് വേണ്ടിയിട്ടും, വണ്ടിയാണ് വരുന്നതെങ്കിൽ അത് നിർത്തുന്നതിന് വേണ്ടിയിട്ടും. പിന്നെ ഈ പറഞ്ഞ കണക്ക് ദിലീപ്, മണി, കലാഭവൻ മണി, ഇവരൊക്കെ ഒരു സമയത്ത് നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും കൂടെയായിരുന്നു. ഈ മൂന്നാറിലും വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരിക്കും മതികെട്ടാൻ. അതായത് ഉൾവനത്തിലാണ് മതികെട്ടാൻ ഒഴിപ്പിക്കലിനായി പോയത്, VS-നൊപ്പം സഞ്ചരിച്ചത്. ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? VS-ഉമായിട്ട് എനിക്ക് തോന്നുന്നു, VS-ഉമായിട്ടാണ് എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട ഒഴിപ്പിക്കൽ മാത്രമല്ല, കഞ്ചാവ് വേട്ട. ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ VS പോകുന്നിടക്ക് നമുക്കൊരു പക്ഷേ പോകാൻ പറ്റത്തില്ല എന്നുള്ളതാണ്. പുള്ളിക്കാരൻ കാടും മേടും കയറി പോകുന്ന കാണുമ്പോൾ നമ്മൾ തന്നെ വിചാരിക്കും പുള്ളി ഇത് ഇങ്ങനെ പോയാൽ നമുക്ക് പോകാൻ പറ്റുമോ എന്നുള്ള സംശയം വരും. അത് കണക്കുള്ള ഒരു അവസ്ഥയിലായിരുന്നു. അതായത് കഞ്ചാവ് പിടിക്കാൻ പോയത് അന്ന് നമ്മൾ പേടിച്ചാണ് പോയത് തന്നെ. നമ്മുടെ കൂടെ പിന്നെ അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് കഞ്ചാവ് പിടിക്കാൻ പോയത്
പറഞ്ഞ കണക്ക് നമുക്ക് ആ സ്പോട്ടിലേക്ക് എത്താൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ അത് എത്താൻ പറ്റാത്തൊരു രീതിയിലുള്ളൊരു സ്ഥലത്തായിരുന്നു അത്. പിന്നെ മതികെട്ടാൻ അതിന് മുമ്പേ പോകുന്നതെന്ന് പറഞ്ഞാൽ ഞാനും ഉണ്ണി ബാലകൃഷ്ണനുമായിട്ട്, അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അന്ന് പോകുന്നത് ഫോറസ്റ്റുകാരുണ്ട്, നമ്മളുണ്ട് കൂടെ. അവരുടെ ഒരു ധൈര്യത്തിന് വേണ്ടിയാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അത് കാട്ടിനകത്തോട്ട് കുറേ അധികം പോയി. നമ്മൾ എവിക്ഷന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കാണുന്ന ഏറുമാടങ്ങളെല്ലാം തല്ലി തകർത്തുകൊണ്ടാണ് നമ്മൾ പോരുന്നത്. എല്ലാം അത് നമുക്കൊരു ഹരമാണ്. ഈ പോകുന്ന കണക്ക് പൊളിച്ചു പോരുന്നു എന്നുള്ളൊരു രസത്തിൽ നമ്മൾ പോയി. അപ്പോൾ ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ രണ്ടായിട്ട് പിരിഞ്ഞു പോയി. ഒരു സ്ഥലത്ത് ചെന്നപ്പം നമ്മുടെ കൂടെ വന്ന ആദിവാസികളും ഉണ്ട് കൂടെ. അപ്പോൾ അവരും ഈ ഫോറസ്റ്റുകാരും പറഞ്ഞു നമുക്ക് വഴി തെറ്റിയോ എന്നൊരു സംശയം എന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ണി ബാലകൃഷ്ണൻ ടെൻഷനായി. അപ്പോൾ എന്നോട് ചോദിച്ചു, തഴി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും? ഞാൻ പറഞ്ഞു ഒന്നുമില്ല, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളെ പുറത്തെത്തിക്കുന്നേരം ഞാൻ ഏറ്റവും എന്ന് പറഞ്ഞു. പക്ഷേ തിരിച്ചിറങ്ങി വരുമ്പം ഇരുട്ടാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഏതാണ്ട് എനിക്ക് തോന്നുന്നു നമ്മളൊരു അരമണിക്കൂർ കൊണ്ട് വെളിയിലെത്തിയില്ലെങ്കിൽ നമ്മളതിനകത്ത് വിട്ടു. ഉണ്ടായിരുന്ന ഏറുമാടങ്ങൾ മുഴുവൻ നമ്മൾ തന്നെ തകർക്കുകയും ചെയ്തു. പക്ഷേ അവിടെ നിന്ന് നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് എല്ലാം കൂവിക്കൊണ്ട അടുത്ത ഒരു ലൊക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്, അടുത്ത ആളിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ പോകുന്നു. അപ്പം വിളിച്ച് അവസാനം ഒരു സ്ഥലത്തെത്തിയപ്പം തിരിച്ചൊരു കൂവ് കേട്ടു. അപ്പോഴാണ് നമുക്ക് ഒരു വലിയ ആശ്വാസം വന്നത്. ആ സാധനത്തിൽ അവിടെ നിന്ന് ഇല്ലെങ്കിൽ നമ്മൾ വിട്ടുപോയനെ. ആ ഒരു സമയത്ത് അങ്ങനൊരു സാധനം നമുക്ക് അവിടെ നിന്ന് കിട്ടിയില്ല എങ്കിൽ ഇരുട്ടാൻ തുടങ്ങുന്നു. എനിക്കൊന്ന് ഒരു 6 മണിയാവുന്നു. 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരുട്ട് വീഴും. അതിന് മുമ്പ് ഏതായാലും നമ്മൾ വെളിയിൽ. അത് ഈ പറഞ്ഞ കണക്കൊരു വലിയ അനുഭവമായിരുന്നു അതിനകത്ത് വന്നിരിക്കുന്നത്. സുനാമി ആഞ്ഞടിച്ച വർഷം ആലപ്പുഴയായിരുന്നു, എറണാകുളത്തായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ആലപ്പുഴയിലാണ് അത് ഷൂട്ട് ചെയ്തത്. ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു? അതെ, എനിക്ക് തോന്നുന്നു ഞാൻ വീട്ടിലേക്ക് പോരുന്ന വഴിക്കാണെന്ന് തോന്നുന്നു. ഞാനത് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ലെങ്കിലും നമ്മൾ വരുന്ന സമയത്താണ് എന്നെ തിരിച്ച് നമ്മുടെ ജോസ് അഗസ്റ്റിൻ എന്ന് പറഞ്ഞ നമ്മുടെ ക്യാമറ തിരിച്ചു വിളിക്കുകയാണ്. രേഷേ തിരിച്ചു വരണം, ഇത് കണക്ക് സുനാമി ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അപ്പം 1-2 യൂണിറ്റ് പുറത്തേക്ക് തമിഴ്നാട്ടിലേക്കൊക്കെ പോവുകയാണ്, അപ്പോൾ ഇങ്ങോട്ട് പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ് ലീവ് എന്നെ തിരിച്ചു വിളിക്കായിരുന്നു തോന്നുന്നു. അപ്പം ഞാൻ തിരിച്ചു വരുന്നത് അത് ഈ പറഞ്ഞ കണക്കാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആദ്യം പോകുന്നതെന്ന് തോന്നുന്നു എനിക്ക് നമ്മളുടെ ചെല്ലാനം ഭാഗത്താന്ന് തോന്നുന്നു. ഒരു മനുഷ്യൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത്രയും വലിയൊരു കല്ല് എങ്ങനെ ഒരു തിരമാല എടുത്തുകൊണ്ട് ഇട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അപ്പോൾ അവിടുന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആലപ്പുഴയ്ക്ക് പോകുന്നത്. അവിടുത്തെ പല സ്ഥലങ്ങളിലും ഈ പറഞ്ഞ കണക്ക് മരണം എത്രയാണെന്നറിയില്ല, എന്താണെന്നറിയില്ല അവസ്ഥ. പക്ഷേ അത് ഈ പറഞ്ഞ കണക്ക് നമ്മളുടെ ഒരു ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു സാധനമായിരുന്നു. ഇങ്ങനൊരു സംഭവം ഉണ്ടാകും, സുനാമി എന്ന് പറയുന്നൊരു സാധനം ഇത്ര ഭീകരതയുള്ളതാണെന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ ആളുകളുടെ മരണം മാത്രമല്ല, അത് ഇത് കണക്ക് കൊണ്ട് ഇട്ടിരിക്കുന്ന ഒരു പാറക്കല്ലുകളൊക്കെ ഇങ്ങനെ ഈ ഒരു തിരയടിച്ചുകൊണ്ട് ഇട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ന്യൂസ് ക്യാമറമാൻ എന്ന നിലയ്ക്ക് ലാത്തി ചാർജുകൾ, സംഘർഷങ്ങൾ ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എവിടെയെങ്കിലും അടി കിട്ടിയിട്ടുണ്ടോ? അടി കിട്ടിയിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഹൈക്കോടതിയിലെ വക്കീലന്മാരുമായിട്ടുള്ള ഇഷ്യൂ, മാധ്യമപ്രവർത്തനം വക്കീലന്മാരുമായിട്ടുണ്ടായ ഒരു വലിയ ഇഷ്യൂ, അതിൻ്റെ ഒരു തുടക്കക്കാരൻ ഞാനല്ലെങ്കിലും മീഡിയ വണ്ണിൻ്റെ ഒരു ക്യാമറമാനെ ഓടിച്ചിട്ട് അടിക്കുന്ന ഒരു വിഷ്വൽ എനിക്ക് മാത്രം കിട്ടിയൊരു സാധനമാണ്. അതായത് ആ മീഡിയൻ്റെ ക്യാമറമാൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. അവർ അകത്ത് കയറി ഷൂട്ട് ചെയ്തു എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പം എനിക്ക് കാറിലിരുന്ന് അത് ഷൂട്ട് ചെയ്യായിരുന്നു. പക്ഷേ എൻ്റെ കൂടെ വന്ന റിപ്പോർട്ടർ അത് വേണ്ട, ഇറങ്ങി നിന്ന് ഷൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം ഞാനത് മുഴുവനും ഷൂട്ട് ചെയ്ത് തിരിച്ച് ഷൂട്ട് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു, നീ ആരാണെന്ന് ചോദിക്കുകയും അടിക്കുകയും ഒന്നിച്ചായിരുന്നു. എനിക്ക് ആദ്യമായിട്ട്, അതായത് ഇത്രയും വർഷത്തിനിടയ്ക്ക് കഴിവതും അടി കൊള്ളാതിരിക്കാൻ ശ്രമിക്കും ഞാൻ. എപ്പോഴും നമ്മളുടേതായ സേഫ് നോക്കി തന്നെയാണ് നിൽക്കാറുള്ളത്. പക്ഷേ ഇത് ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥ. ഇത്രയും ഒരു മോബ് വയലൻ്റായിട്ട് വരുന്ന ഒരു സാധനത്തിലേക്ക് ഞാൻ ഇറങ്ങി നിന്ന് കൊടുത്ത് അടിമേടിച്ചൊരു രീതിയായിരുന്നു അത് ഈ പറഞ്ഞ കണക്ക് അവിടെ നിന്ന് തുടങ്ങി. അതെനിക്ക് മാത്രമുള്ളൊരു വിഷ്വലുമായിരുന്നു ആ സാധനം. അതാണ് ബാക്കി എല്ലാവരും മേടിക്കേണ്ടി വന്നത്. ആ മീഡിയ കൊണ്ട് അവനെ ഓടിച്ചിട്ട് അടിക്കുകയും ചവിട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതിനകത്ത്. അത് ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഒരടിയേ കിട്ടിയിട്ടുള്ളൂ, ആ ഒറ്റയടി. അത് ഹൈക്കോടതിയിലെ അഡ്വക്കേറ്റുമാരുടെ വകയായിരുന്നു അതിന് തോന്നിയിരിക്കുന്നത്. ഈ മറയൂർ ചന്ദനക്കടത്ത് ഷൂട്ട് ചെയ്യാൻ പോയ ഒരു അനുഭവം, അയ്യോ അത് ഒരു വല്ലാത്ത അനുഭവമാണ്. അതായത് നമ്മൾ പോയി ഷൂട്ട് ചെയ്തു ഒരാളെ. എനിക്ക് തോന്നുന്നു നമ്മൾ പുള്ളിക്കാരനെ വളരെ പാടുപെട്ട് ഒരു ഇൻ്റർവ്യൂ എടുത്തു. ചന്ദനം എങ്ങനെ കടത്തുന്നു എന്ന് പുള്ളി സംസാരിക്കുന്നു. അന്ന് ഇതെല്ലാം എടുത്തിട്ട് ഞങ്ങൾ തിരിച്ച് ഒരു ചന്ദന ഹോട്ടൽ എന്ന് പറഞ്ഞ മറയൂരുള്ളൊരു ഹോട്ടലുണ്ട്.
ഞങ്ങൾ ഇന്ദുമാറൊക്കെയാണ്, ഇന്ദുമാർ ഒക്കെയാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്നൊരു പുറത്തൊരു സൗണ്ട് കേട്ടു. അപ്പോൾ സൗണ്ട് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാ ഇതെന്തോ വശപ്പശ കൊണ്ടെന്ന് തോന്നുന്നു, നമ്മൾ നോക്കി നിന്നില്ല ചിലപ്പോൾ അടി കിട്ടും കേട്ടോ, ഇത് മറ്റവർ വരുന്നതാണോ എന്ന് സംശയമുണ്ടെന്ന്. അപ്പോൾ അപ്പോഴത്തേക്ക് കൂടി ഒരു വെയിറ്റർ വന്നിട്ട് പറഞ്ഞു, സാറേ നിങ്ങളെ തിരക്കിയാണ് വന്നിരിക്കുന്ന പുറത്തുള്ള ആൾക്കാർ, അതിൽ കുറച്ചധികം പേരുണ്ട്, അപ്പം അത് നിങ്ങൾ നോക്കി എന്തോന്ന് വെച്ചാൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാ ഇനിയിപ്പോൾ നിൽക്കരുത്, പോകണം എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടുന്ന് അതായത് ആ ഹോട്ടലിൻ്റെ പുറകിലത്തെ ഡോറ് വഴി വെളിയിലിറങ്ങി ഞങ്ങളുടെ ഇപ്പുറത്തെ സൈഡിൽ കൂടെ വന്ന് നമ്മുടെ ഡ്രൈവറെ വിട്ട് വണ്ടി എടുപ്പിച്ച് പുറത്ത് വന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു വന്നു. അത് നിന്നിരുന്നെങ്കിൽ ഒന്ന് നല്ല അടി അവിടെ നിന്നും കിട്ടിയേനെ. നാട്ടിലുള്ള അനുഭവങ്ങൾ പറഞ്ഞു, വിദേശത്തും ഒട്ടേറെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിദേശത്തെ പല യാത്രകളെക്കുറിച്ചും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ അനുഭവങ്ങൾ കൂടി ഒന്ന് പങ്കുവയ്ക്കാം. അത് എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അനുഭവമായിരുന്നു. അനുഭവം എന്ന് പറയാൻ പറ്റില്ല, ഒരു അനുഗ്രഹമായിരുന്നു. എൻ്റെ ഒരു ഫസ്റ്റ് സാന്റ യാത്ര ഞങ്ങൾ തുടങ്ങുന്നത്. അതിൽ എനിക്ക് അവസരം കിട്ടുന്നു. അത് കിട്ടാനുണ്ടായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പല ആൾക്കാരും പോകാൻ തയ്യാറായവരുണ്ടായിരുന്നു. അപ്പോൾ അന്ന് നമ്മളുടെ ഒരു മീറ്റിംഗ് നടക്കുന്നു. മീറ്റിങ്ങിലാണ് ഇങ്ങനെ ഒരു സാധനം പിന്നെ വെക്കുന്നു. അപ്പോൾ അതിനകത്ത് ആരെ വിടും, ക്യാമറമാനായിട്ട് ആര് പോകും എന്നുള്ളൊരു സാധനം വന്നപ്പോഴത്തേക്ക് പല ആൾക്കാരും അതിനകത്ത് വന്നിട്ടുണ്ടാവാം. അപ്പം വന്ന ഉടനെ തന്നെ 3-4 പേര് വന്നു എന്ന് തോന്നുന്നു. വന്നോണ്ട് പറഞ്ഞ് ഇപ്രാവശ്യത്തെ ബെസ്റ്റ് പെർഫോമർ ആരാന്ന് നോക്കിയിട്ട് അവർക്ക് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ആ 3 വർഷം അടുപ്പിച്ചുള്ള ബെസ്റ്റ് പെർഫോമർ അവാർഡ് കിട്ടിയത് എനിക്കായിരുന്നു. ആ 3 വർഷവും എനിക്ക് തന്നെയായിരുന്നു അവാർഡ് കിട്ടിയത്. അപ്പം എന്നെ അവിടുന്ന് ഒരാൾ വിളിക്കുന്നു, രാജേഷേ പാസ്പോർട്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞാൽ പാസ്പോർട്ടുണ്ട്. അപ്പം പാസ്പോർട്ട് ഉണ്ടെങ്കിൽ അതിനകത്ത് പുതുക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു സംശയം ഉണ്ടായി. ഞാനിപ്പോൾ വീട്ടിൽ വിളിച്ച് ചോദിച്ചിട്ട് ഈ പാസ്പോർട്ട് ഇരിപ്പുണ്ടോ നോക്കിയേക്കാൻ പറഞ്ഞു ഉണ്ട്, ഡേറ്റ് ഉണ്ട്, 1 വർഷം കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവിടെ നിന്നാണ് എനിക്ക് ആ അവസരം കിട്ടുന്നത്. അന്ന് പോകാനായിട്ട് ഷൂട്ടിന് പോകാനായിട്ട് ഇറങ്ങിയപ്പോൾ എന്നോട് ഞങ്ങളുടെ ഫ്രാങ്ക് സാർ ചോദിച്ചു, രാജേഷേ അവിടുത്തെ തണുപ്പിനെക്കുറിച്ച് വല്ല വിവരം ഉണ്ടോ എന്ന് ചോദിച്ചു. നോക്കിയിരുന്നോ, നെറ്റിൽ നോക്കിയിരുന്നോ? ഞാൻ പറഞ്ഞു നോക്കിയിരുന്നു സാറേ. എവിടെ, ഞാൻ നോക്കിയൊന്നുമില്ലായിരുന്നു. അപ്പം എത്ര തണുപ്പ്, നമ്മൾ മൂന്നാർ പോയിട്ടുണ്ടല്ലോ, ആ തണുപ്പൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അവിടെ ചെല്ലുമ്പോഴാണ് -45 ഞാൻ ചെന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അത് ഹെൽസിങ്കി, ആദ്യമേ എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഹെൽസിങ്കി അനിലഡൂർ, ഞങ്ങൾ അന്ന് പോയത് PG സുരേഷ് കുമാർ, അനിലഡൂർ, ജോർജ് മുണ്ടക്കൽ, വിനു, അങ്ങനെ ഒരു ടീമായിരുന്നു ആദ്യം പോകുന്നത് ഇവിടുന്ന്. അപ്പോൾ അവിടെ ചെല്ലുന്നു നമ്മൾ. പിന്നെ ഈ പറഞ്ഞ കണക്ക് ചെന്ന ഉടനെ ഷൂട്ടിന് ഇറങ്ങാൻ എന്നോട് പറഞ്ഞു, രാജേഷ് ഷൂട്ട് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാം ക്യാമറ എടുത്ത് സെറ്റ് ചെയ്ത് ഞാൻ നേരെ, അപ്പോൾ ഇവർ ഇറങ്ങി വരുന്ന എടുക്കാനായിട്ട് എയർപോർട്ടിന് വെളിയിലേക്ക് ഞാൻ ഇറങ്ങി. ഒരു വടിവാളിനുള്ള വെട്ട് കിട്ടുന്ന രീതിയിലായിരുന്നു അവിടുത്തെ തണുപ്പ്. എന്നോട് നീ എന്ത് പണി കാണിച്ചു, നീ ഇതിനെ പുറത്തേക്ക് ഇറങ്ങിയത്? പുറത്തേക്കൊന്നും ഇറങ്ങാൻ പാടില്ല, -40 അവിടെ തണുപ്പെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇത്രയും വലിയ ഭീകരമായൊരു തണുപ്പിലേക്കാണ് ഞങ്ങൾ വന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. അതായത് നമ്മൾ ചെന്ന് അവിടെ ഇറങ്ങിയിട്ട് ആദ്യമായിട്ട് ചെല്ലുന്നതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. മഞ്ഞ് മാത്രമേ ഉള്ളൂ, എവിടെ തിരിഞ്ഞു നോക്കിയാലും മഞ്ഞ് മാത്രമേ ഉള്ളൊരു ഇല കാണാനില്ലാത്ത മരങ്ങൾ, അതുമാത്രം. അപ്പോൾ അങ്ങനെ അതൊരു വലിയ അനുഭവമായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ പോകുന്നു, സാന്റയുടെ അടുത്ത് ചെല്ലുന്നു. സാന്റയുടെ അവിടെ നിന്നാണ് ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്ന് തിരിച്ച് അവിടുന്ന് ജർമ്മനി, ഇറ്റലി, റോം, ഇറ്റലി, അത് കഴിഞ്ഞ് ഇറ്റലിയിൽ നിന്നാണ് പതാക നമ്മൾ കൈമാറി പോരുന്നത്. അവിടുന്ന് നേരെ വന്ന് പിന്നെ ദുബായ്, അബുദാബി, ഷാർജ 3 ഗൾഫ് രാജ്യങ്ങളിലും കൂടെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ച് ഇവിടെ വരുന്നത്. പിന്നെ മറക്കാൻ പറ്റാത്തൊരു വിദേശയാത്ര എന്ന് പറയുന്നത് മാലിക്കുള്ള യാത്രയാണ്. അത് മറക്കാൻ പറ്റില്ല. അതായത് ഞാനും ജിമ്മി ജെയിംസ് എന്ന് പറയുന്ന റിപ്പോർട്ടറും കൂടെ മാലിയിലേക്ക് പോകുന്നു. മാലി ചെല്ലുന്നു. മാലി ചെന്ന് എയർപോർട്ടിൽ ഇറങ്ങി ജിമ്മയുടെ ഇതിനകത്ത് ജേർണലിസ്റ്റ് എന്നുണ്ട്. അന്ന് അവിടെ ഇലക്ഷൻ ടൈമാണ്. ഇലക്ഷൻ ടൈം ആയതുകൊണ്ട് ജേർണലിസ്റ്റുകൾക്ക് പ്രവേശനമില്ല. ഞങ്ങൾ പോകുന്നത് നമ്മളുടെ ചാരക്കേസ് അന്വേഷിക്കുന്ന മറിയം റഷീദയുടെ ഒരു സ്പെഷ്യൽ ഇൻ്റർവ്യൂ നമുക്ക് പറഞ്ഞിരിക്കുകയാണ്. അതെങ്ങനെയും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളും പോയത്. എന്നാൽ അതൊരു സമയത്ത് ആരും ചെയ്യാതിരുന്നൊരു സാധനം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും ജിമ്മിയും കൂടെ പോകാൻ തീരുമാനിച്ചതാണ്. പക്ഷേ അവിടെ ചെന്നിട്ട് ഞങ്ങളെ എയർപോർട്ടിൽ നിന്ന് കയറ്റി എയർപോർട്ടിൻ്റെ സൈഡിൽ കൂടി ഇപ്പുറത്തെ ഒരു റൂമിൽ കൊണ്ടിരുത്തി. എന്നിട്ട് പറഞ്ഞു,
ഉടനെ ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളെ കയറ്റി വിടും, അല്ലെങ്കിൽ ഇവിടുത്തെ ജയിലിൽ കിടക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പം അല്ല അതെന്താ ഞങ്ങളെ കയറ്റി വിടാതെന്ന് ചോദിച്ചപ്പോൾ ജേർണലിസ്റ്റുകൾക്ക് ഇപ്പോൾ പ്രവേശനമില്ല ഇവിടെ എന്ന് പറഞ്ഞു. അത് ഈ പറഞ്ഞ കണക്കായിപ്പോയി. അവിടെ ചെന്നിട്ട് ഏതായാലും അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഫ്ലൈറ്റ് തിരിച്ചുണ്ടായിരുന്നു. ആ ഫ്ലൈറ്റിൽ കയറ്റി അങ്ങനെ തന്നെ തിരിച്ച് ഞങ്ങളെ വിടുകയും ചെയ്തു. ശ്രീലങ്കൻ അനുഭവങ്ങൾ ശ്രീലങ്കൻ അനുഭവങ്ങൾ 2 പ്രാവശ്യം പോയിട്ട്. ഞാനും അഭിലാഷുമായിട്ടൊരു യാത്ര ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഐപ്പുമായിട്ട് പോയൊരു യാത്ര, അത് മറക്കാൻ പറ്റില്ല. അതായത് അത് ഇവിടെ നിന്നുള്ളൊരു ക്രൂയിസിൽ നമ്മളെ വിളിച്ചതാണ്. അത് ഒത്തിരി ഫൈറ്റ് ചെയ്ത് കിട്ടിയൊരു യാത്രയാണ് ആ സാധനം. ഒരുപാട് പേരുടെ വഴക്കും വയ്യാവലിയും കേട്ടിട്ട് ഞങ്ങൾക്ക് കിട്ടിയ, അതായത് ആലപ്പുഴ ബ്യൂറോ അടച്ചിട്ടിട്ട് ഞാനും ഐപ്പും കൂടെ നടത്തിയൊരു യാത്രയാണ്. ആദ്യമായിട്ടാണ് തോന്നുന്നു, ആദ്യമായിട്ട് അവസാനമായിട്ടും ഒരു ബ്യൂറോയിൽ ആളില്ലാതെ നമ്മൾ തന്നെ ഒരു സ്ട്രിങ്ങറെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് അവിടെ നിന്ന് പോകുന്നതായിരുന്നു. ആ പോകുന്ന അവിടെ നിന്ന് ചെന്നപ്പോൾ എന്നോട് ഐപ്പ് പറഞ്ഞൊരു സാധനമുണ്ട്, ചേട്ടാ നമുക്ക് അവിടെ ചെന്നാൽ മാക്സിമം സ്റ്റോറി ചെയ്യണം. ഞാൻ പറഞ്ഞു നീ അവിടെ ചെന്ന് നിന്ന് തന്നാൽ മതി, ബാക്കി കാര്യം ഞാൻ ഏറ്റു. എനിക്ക് തോന്നുന്നു വേണ്ട ഒരു 6-7 സ്റ്റോറി, ഒരു കേട്ടതും കണ്ടതും, ഇതെല്ലാം ഞങ്ങളവിടെ നിന്ന് ആ ഒരു നമുക്ക് ടൈമെന്ന് പറഞ്ഞാൽ 2 മണിക്കൂർ ടൈമാണ് ക്രൂയിസിൽ കയറാനുള്ളൊരു സമയം തരുന്നത്. അപ്പോൾ അവിടെ ചെന്ന് നിന്നിട്ട് വേണ്ട ആ ഒരു സമയം കൊണ്ട് ഞാനും ഐപ്പുമായിട്ടൊന്ന് തെറ്റി. അവിടുത്തെ പിന്നെ വഴി തെറ്റിയിട്ട് ഐപ്പ് വേറൊരു വഴിക്ക് പോയി, ഞാനൊരു വഴിക്ക് പോയി. അവിടെ ചെന്നിട്ട് ഞാൻ നേവൽ ബേസ്, അവരുടെ നേവൽ ബേസിൽ കയറി ഷൂട്ട് ചെയ്തു. അത് ഈ പറഞ്ഞ കണക്ക് എനിക്കറിയില്ലായിരുന്നു. അപ്പോഴത്തേക്ക് അത് തമിഴുമല്ല, പറയുന്ന ആൾക്കാർ വന്ന് എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ അവിടെ ചെന്ന് നിന്നിട്ട് അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല എന്നായിരിക്കണം പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞാനിതൊക്കെ ജേർണലിസ്റ്റാണ്, ഞാൻ വന്നിരിക്കുന്നത്, ഞാൻ എൻ്റെ അക്രഡിറ്റേഷൻ കാർഡൊക്കെ എടുത്ത് കാണിച്ചു. അപ്പോൾ പറഞ്ഞ് നടക്കില്ല, നിങ്ങൾ എന്തിനിവിടെ ഷൂട്ട് ചെയ്തു എന്നൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വന്ന് പുള്ളി ഒന്ന് സോഫ്റ്റായി. അതായത് കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്ന ഒരാളായതുകൊണ്ട്, ഇന്ത്യക്കാരനായതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഒരു ചെറിയൊരു സോഫ്റ്റ് വന്നു. അപ്പം അവിടെ നിന്ന് വേറൊരു തമിഴറിയാവുന്ന ഒരാൾ വന്നു. അപ്പോൾ പുള്ളിയായിട്ട് ഞാൻ സംസാരിച്ചത് എനിക്കറിയില്ലായിരുന്നു, നേവൽ ബേസാണെന്ന് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു അയ്യോ ഇവിടെ ഷൂട്ട് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലമാണ്. അപ്പം എനിക്കറിയില്ല, ഞാൻ ഷൂട്ട് ചെയ്ത് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം, എന്ത് കുഴപ്പമില്ല, അത് സാരമില്ല, ഞാനത് പറഞ്ഞു, പുള്ളിയെ മാറ്റി തരാമെന്ന് പറഞ്ഞു. ഏതായാലും അതൊരു വലിയ എന്തോന്നായിപ്പോയി. അവിടെ നിന്ന് ഇയാൾ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ എന്നെ പിടിച്ച് അവിടെ ഇട്ടാനെ. അപ്പം അവിടെ നിന്ന് പോന്ന് ആ ഒരു പറഞ്ഞ ഒരു 1.5-2 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഒരു 6-7 സ്റ്റോറി, ഒരു കേട്ടതും കണ്ടതും ഇതെല്ലാം ചെയ്തിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് വന്നത്, തിരിച്ചു പോകുന്നത്. 2 മണിക്കൂർ സമയം. വാർത്തയുടെ കണ്ണാണ് ക്യാമറമാൻ. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ വാർത്തയുടെ കണ്ണാണ് ക്യാമറമാൻ, അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. പഴയ ഈ വാർത്തകൾ, മലയാളത്തിലെ വാർത്ത ചരിത്രത്തിനൊപ്പം തന്നെ സഞ്ചരിച്ച ആളാണ്. അപ്പോൾ ഒരു വാർത്തയ്ക്ക് വേണ്ടി സാഹസികമായി പ്രവർത്തിക്കുന്ന ഒരാൾ കൂടിയാണ് എ വി മുകേഷിൻ്റെ അനുഭവം നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ഈ പുതിയ തലമുറയ്ക്കും ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തലമുറയ്ക്കും ഒരു ആദ്യ കാലഘട്ടം മുതൽ പ്രവർത്തിച്ചു വരുന്ന ഒരു ക്യാമറമാൻ എന്ന നിലയിൽ ഏത് തരത്തിലാവണം ഇതിനെ, ഈ വാർത്തയെ സമീപിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിയും രാജേഷ് തകഴിക്ക്? അതായത് ഇപ്പോൾ ഇല്ലാത്തതും അത് തന്നെയാണ്. ഒരാൾക്ക് ഒരു സ്ഥലത്ത് ചെന്നാൽ എങ്ങനെ ഇടപഴകണം എന്ന് പോലും അറിയാത്ത ഒരവസ്ഥയിലാണ് ആൾക്കാർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ഒരു ആൾക്കാർ നമ്മളുടെ ചെല്ലുമ്പോൾ, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ദേഷ്യപ്പെട്ടാൽ നമുക്കതവരെ സോഫ്റ്റാക്കാൻ പറ്റും. പക്ഷേ തിരിച്ച് നമ്മളോട് അവർ പറയുന്ന അതേ ഭാഷയിൽ തിരിച്ചു പറഞ്ഞാൽ അതൊരു വലിയ കലഹത്തിലേക്ക് മാത്രമേ നയിക്കുകയുള്ളൂ. അത് പക്ഷേ ഞാൻ പറയുന്നത് നമ്മളുടെ കൂടുള്ള ആൾക്കാർ, അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് ഒന്നിനും സമയമില്ലാത്തൊരവസ്ഥയാണ്, എടുപിടി എന്നുള്ളൊരു രീതിയിലേക്ക് മാത്രമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈവും കണക്ട് ചെയ്ത് വെച്ചിട്ടാണ് റിപ്പോർട്ടർ നിൽക്കുന്നത്. അപ്പോൾ ക്യാമറമാൻ സ്വാഭാവികമായിട്ടും ആ സ്ഥലത്തേക്ക് ഇടിച്ച് കയറേണ്ടി വരും. അവർ കയറരുത് എന്ന് പറയുന്നൊരു സ്ഥലത്തും നമ്മൾക്ക് കയറേണ്ടി വരുന്നുണ്ടെങ്കിലും ഞാനീ പറയുന്ന നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു ക്യാമറമാന് എപ്പോഴും നമുക്ക് വിഷ്വൽ എടുക്കണമെങ്കിൽ അതിനകത്ത് സൂമുണ്ട്, സൂം ഇൻ ചെയ്യാം, സൂം ഔട്ട് ചെയ്യാം, എന്ത് വേണേലും ചെയ്യാം. കൈക്ക് ചെറിയൊരു വിറവൽ പോലും ഇല്ലായിരുന്നാൽ മതി. പക്ഷേ ആൾക്കാർ ശ്രദ്ധിക്കുന്നില്ല. ഇത് മാക്സിമം ഒരാളുടെ മാക്സിമം ക്ലോസിലേക്ക് പോകുക എന്നുള്ളത്, കണ്ണിൻ്റെ ക്ലോസൊക്കെ എടുക്കാൻ പോകേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് നമ്മുടെ കൂടെയുള്ള ക്യാമറമാർ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് അത്ര അടുത്ത് പോയി നിന്ന് നമ്മൾ ഷൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ ക്യാമറയിൽ ഒത്തിരി ഫെസിലിറ്റികളുള്ള സാധനങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് ചെയ്യുന്ന ക്യാമറമാൻ മാക്സിമം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ പലതിനെയും നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ അതാരും ശ്രമിക്കുന്നില്ല എന്നുള്ളതൊരു വലിയ ദുഃഖമാണ് കാണിക്കുന്നത്.